സാമൂഹികമായ കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ പരിസ്ഥിതി പോലുള്ള കാര്യങ്ങൾ. പരിസ്ഥിതി നമ്മൾ ചർച്ച ചെയ്തു. ഏത് പരിസ്ഥിതി? പരിപാവനമായ പരിസ്ഥിതി. എന്നാൽ നമ്മുടെ ശത്രുക്കളൊക്കെ ഇന്ന് അവരുടെ പരിതാപകരമായ പരിതസ്ഥിതിയാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമ്മോടൊന്ന് ഒപ്പമെത്താൻ പലരും കുതിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ കുതിപ്പിനിടയിൽ കിതപ്പാണ്. മുസ്ലിം ലീഗ് പാർട്ടി ഈ രംഗത്ത് ചെയ്ത സേവനത്തെ മാനിച്ചാണ് ഒരു ബൈത്തുർ റഹ്മാൻ ചടങ്ങിൽ നമ്മുടെ കേരളത്തിന്റെ സ്പീക്കർ ജി കാർത്തികേയൻ ഇങ്ങനെ പറഞ്ഞത്: ജീവകാരുണ്യ പ്രവർത്തനത്തിന് ആർക്കെങ്കിലും സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പാണക്കാട് തങ്ങളുടെ മുസ്ലിം ലീഗിന്റെ നേരെ സല്യൂട്ട് ചെയ്യട്ടെ എന്ന്. നമ്മൾ കാർത്തികേയന് എന്തെങ്കിലും കൊടുക്കാം എന്നേറ്റിട്ടല്ല. കാർത്തികേയൻ ഒരു വസ്തുത വിളിച്ചു പറയുകയാണ്. അങ്ങനെയാണ് നമ്മെക്കുറിച്ച് ആളുകൾക്ക് പറയാനുള്ളത്. അതിന് നമ്മുടെ പേര് പുതുതായി നാമകരണം ചെയ്തതല്ല, കൊടി പുതുതായി ഉണ്ടാക്കിയതല്ല, ചിഹ്നം നമ്മൾ പുതുതായി സൃഷ്ടിച്ചതല്ല, നേതാവിനെ പുതുതായി അവരോധിച്ചതുമല്ല. കലാകാലങ്ങളിലായി പാരമ്പര്യമായി നാം കാത്തുസൂക്ഷിച്ചു പോരുന്ന പൈതൃകത്തിൽ നിന്ന് അണുമണി വ്യതിചലിക്കാതെ ഈ പേരിൽ തന്നെ നമ്മെ മാനിക്കാൻ ആളുകളുണ്ട്. കാരണം നമ്മുടെ പെരുമാറ്റം അത്രക്ക് ഡീസന്റ് ആണെന്ന് പറയും. പല ആളുകളും ഇന്ന് രാഷ്ട്രീയ മേച്ചിൽപ്പുറം തേടി കേരളത്തിൽ നടക്കുകയാണ്. പുതുതായി പല രാഷ്ട്രീയ പാർട്ടികളും രംഗപ്രവേശം നടത്തുകയാണ്. രാഷ്ട്രീയം പാടില്ലെന്ന് പറഞ്ഞവർ പോലും അക്കൂട്ടത്തിലുണ്ട്. അവരൊക്കെ ഒരു രാഷ്ട്രീയ മേൽവിലാസത്തിന് വേണ്ടി ദിനേന പേര് വരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആരാണ് എന്ന് പറയുന്നില്ല. കാരണം ഞാൻ അവരുടെ പേര് പോലും പറയാത്തത് ഞാൻ പറയുന്നതിന്റെ ഇടയിലെങ്ങാനും അവർ പേര് മാറ്റിയാലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ പേര് മാറ്റുന്ന ആളുകളുണ്ട്. ഞങ്ങളോ പേരുമാറ്റമല്ല പ്രധാനം, പെരുമാറ്റമാണ് പ്രധാനം എന്ന് നാടിനെ ബോധ്യപ്പെടുത്തി. ഞങ്ങളെ മാനിക്കാൻ ആളുകളുണ്ടായതെന്തുകൊണ്ടാണ്? ഞങ്ങളുടെ പ്രവർത്തനം നോക്കിക്കണ്ടു, ബോധ്യപ്പെട്ടു. സമൂഹത്തോട് അവർ വിളിച്ചു പറഞ്ഞു, ലീഗുകാർ തരക്കേടില്ല, അവർ കൂടിയാൽ കോടില്ല, അവരെ വിശ്വാസത്തിലെടുക്കാം, അവർ ഒരു കരാറിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കും, അവർക്ക് രാഷ്ട്രീയ മര്യാദയുണ്ട്, അവർക്ക് രാജ്യത്തെ ജനങ്ങളോടൊരു കടമയും കടപ്പാടും ബന്ധവും ബാധ്യതയുമുണ്ട്. അങ്ങനെ വന്നപ്പോ ഇന്ത്യ രാജ്യത്തിൽ ലീഗുകാരുടെ എണ്ണം അധികമുണ്ടായത് കൊണ്ടല്ല, ആൾക്കൂട്ടം കൊണ്ടല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ രാജ്യത്ത് ലീഗുകാരന്റെ തല എണ്ണി നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷേ തൂക്കി നോക്കുമ്പോൾ ലീഗിന്റെ തലച്ചോറിനാണ് കനം കൂടുതൽ എന്നെല്ലാവർക്കും ബോധ്യമാകും. കാരണം ഫാസിസത്തിന്റെ വരവിനെ നേരത്തെ അറിഞ്ഞു പ്രവർത്തിച്ചത് നമ്മളാണ്. ഞാനത് പറയുമ്പോൾ ഒരു പക്ഷേ ലീഗ് എതിരാളികൾക്ക്, ലീഗേതര രാഷ്ട്രീയ സുഹൃത്തുക്കൾക്ക് അത് അംഗീകരിക്കുക പ്രയാസമായിരിക്കും. എന്നാൽ ഒരല്പം ബുദ്ധി പിറകോട്ട് നോക്കിയാൽ നമുക്ക് ബോധ്യമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്നതിന് മുമ്പേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ജില്ലാതലത്തിൽ ആദ്യം കൺവെൻഷൻ നടത്തിയ പാർട്ടി ഹൈദരലി തങ്ങളുടെ പാർട്ടിയാണ്. നമ്മൾ അന്ന് നേരത്തെ ഇറങ്ങിയപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലർക്കും സംശയം ഉണ്ടായിരുന്നു, ലീഗ് എന്താ ഇത്ര നേരത്തെ, അവർ ഒറ്റയ്ക്കെങ്ങാനും നിൽക്കാൻ വല്ല തോന്നലുമുണ്ടോ എന്ന് വരെ ധരിച്ചിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാനല്ല, ഒറ്റപ്പെടാതിരിക്കാൻ ഇഷാറത്താക്കാൻ സുബഹിക്കിറങ്ങിയതായിരുന്നു നമ്മൾ സുബഹിക്കിറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അസറിന് ശേഷം കാര്യം തിരിക്കുന്നവരല്ല. നേരെ ചൊവ്വേ കാര്യങ്ങളെ ബോധ്യപ്പെട്ട് സമൂഹത്തോട് നമ്മൾ പറയും. ഞാനതാ തുടക്കത്തിൽ പറഞ്ഞ ആള് കൂടുതലൊന്നും വേണ്ട, ലക്ഷം മനുഷ്യർ കൂടുന്നിടത്ത് ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ ഞങ്ങളുടെ അംഗബലം അധികമൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ പറയാറുണ്ട്, ടി കെ ഹംസാക്കൊക്കെ പറയാറുണ്ട്, ഞങ്ങൾക്ക് ധാരാളം എം പിമാരുണ്ട്, ലീഗിന് വളരെ കുറവാണ്, ഒന്നോ രണ്ടോ എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ഈ രണ്ടെണ്ണം ആറ്റിന്റെ അകത്തിലെ മുലക്കണ്ണി പോലെയാണ്. അതിന്റെ പാലിന്റെ മേന്മ മഹത്തരവുമാണ്. പക്ഷേ നാട്ടിൽ തെണ്ടി നടക്കുന്ന പട്ടികളുടെ
ബ്രാക്കറ്റിലൊക്കെ 54 60 മുലക്കണ്ണി ഉണ്ടായിട്ട് നാട്ടുകാർക്കത്തെ കാര്യമാണ്. അതിലല്ല കാര്യം. ഉള്ളത് കൂടുതനെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്തു പോരുന്ന നന്മ എന്ന് പറയുന്നതാണ്. ഇന്നത്തെ പത്രത്തിന്റെ ടൈറ്റിൽ ഏക സിവിൽ കോഡ് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, സൈനബാന്റെ പാർട്ടിക്ക് ഇതൊരു വിഷയമാവില്ല. സൈനബാന്റെ പാർട്ടി ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്നവരാണ്, മുറവിളി കൂട്ടുന്നവരാണ്. അവർക്ക് വിശ്വാസം ഒരു പ്രശ്നമേ അല്ല. പരലോകമല്ലോ ചിന്ത, 4-ാം ലോകം 3-ാം ലോകം. ഞങ്ങൾ അങ്ങനെയല്ല. പോകാനൊരു ലോകമുണ്ട്. നാളെ അവിടെ പോയി നിൽക്കണം എന്ന് പേടിയുള്ള വിശ്വാസിക്ക് 2 സ്വർഗമുണ്ടെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാജ്യത്ത് ഭരണമാറ്റം വന്നാൽ നമ്മെ ബാധിക്കില്ല എന്ന് ആരാണ് കരുതിയത്? രാജ്യത്ത് ഭരണമാറ്റം വരുമ്പോൾ അത് വിശ്വാസത്തെ ബാധിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഇന്നത്തെ പത്രം ഒന്ന് മുടിനാരെ കീറി പരിശോധിച്ചാൽ, ഇന്നത്തെ വാർത്ത ഒന്ന് കൂടുതൽ ആഴ്ച ചൂഴ്ന്ന് പരിശോധിച്ചാൽ, മതപരമായ വിശ്വാസങ്ങളിൽ വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് ഒറ്റ നിയമം വരാൻ പോകുന്നു. അത് ചർച്ചക്കെടുക്കുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി സദാനന്ദ ഗൗഡ ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയം തന്നെയാണ്. ഞങ്ങള് ഈ ഭവിഷ്യത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോ അതൊന്നും ഉണ്ടാകില്ല എന്ന് ധരിച്ച് വശായവരും അതൊക്കെ ലീഗ് വെറുതെ കാര്യങ്ങൾ പറയുന്നതാണെന്നും പറഞ്ഞ് തമാശയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ വളരെ നേരത്തെ ഞങ്ങൾ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ ആളുകളോട് പോയി പറഞ്ഞു, ഇതാ ഒരു മുസീബത്ത് വരുന്നേ എന്ന് പറഞ്ഞ് നേരത്തെ ബോധവൽക്കരണം നടത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ എന്റെ ഇടതുപക്ഷ സ്നേഹിതന്മാർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തികഞ്ഞ തമാശയായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായത് മാത്രം മതി. തലക്കടിന്റെ പിണറായി വിജയൻ ദയവ് ചെയ്ത പാർട്ടി സെക്രട്ടറി സ്ഥാനം മാമുക്കോയെ ഏൽപ്പിച്ചിട്ട് ദയവ് ചെയ്ത ഇടതുപക്ഷത്തിന്റെ കൺവീനറായി ഇന്ദ്രൻസിനെ നിയമിച്ചാൽ നന്നായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. തികഞ്ഞ തമാശയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. നമ്മൾ അങ്ങനെ കണ്ടില്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാര്യഗൗരവത്തോടു കൂടി കണ്ടു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. നരേന്ദ്രമോദി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ വിശ്വാസത്തിന്റെ മേൽ കൈവെക്കും എന്ന് പറഞ്ഞത്, ചരിത്രത്തിന്റെ മേൽ കൈവെക്കുമെന്ന് പറഞ്ഞത്, പാഠപുസ്തകത്തിൽ തൊടുമെന്ന് പറഞ്ഞതൊക്കെ അവരുടെ അണിയറയിൽ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ചെയ്യുന്നത് മുഴുവനും ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി തന്നെയാണ്. ഇവിടെ അഡ്വക്കേറ്റ് ഉമർ സാഹിബ് പ്രസംഗിച്ചു മെഡിക്കൽ കോളേജ് സംബന്ധമായ കാര്യം, അതുപോലെ നമ്മുടെ ജില്ലയുടെ വികസനപരമായ പല കാര്യങ്ങളും, മുമ്പൊന്നും കേട്ട് കേൾവിയില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ലഭ്യമായത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഇത് കേരളത്തിലേ ഉള്ളൂ. പാലക്കാട് വിട്ടാൽ തമിഴ്നാട്ടിൽ കാണാത്ത സുഖസമൃദ്ധി, കാസർഗോഡ് വിട്ടാൽ കർണാടകത്തിൽ കാണാത്ത ഈ ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് ഈ കേരളക്കരയിൽ നാം കൊയ്തെടുത്തത്? എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്. മന്നം പട്ടം ശങ്കർ ചാക്കോ, മന്നം പട്ടം ശങ്കർ ചാക്കോ, ജിന്ദാബാദ് കേരളത്തിന്റെ ഒരു മുദ്രാവാക്യാണ്. മന്നത്ത് പത്മനാഭൻ, ആർ ശങ്കർ, പട്ടം താണുപിള്ള, ടി ചാക്കോ, നിന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ആലോചിക്കണം, നമ്മൾ ഉയർന്ന് ചിന്തിച്ചു, നല്ല സൗഹൃദമുണ്ടാക്കി, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടാക്കി, ഒരു സമൂഹത്തെ അരക്ഷിത ബോധത്തിലേക്ക് നയിച്ചില്ല. യു പിയിലെ മുസ്ലിങ്ങളെ പോലെ, കാശ്മീരിലെ മുസ്ലിങ്ങളെ പോലെ നമ്മൾ അങ്ങനെ ചെയ്തില്ല. നമ്മൾ കേരളത്തിലെ ന്യൂനപക്ഷത്തെ വോട്ടിന്റെയും ജനാധിപത്യത്തിന്റെയും പോർക്കളത്തിൽ ബാലറ്റാണ് പ്രധാനം, ബുള്ളറ്റല്ല എന്ന് ശീലിപ്പിച്ച് എല്ലാവർക്കും വിശ്വാസത്തിലെടുക്കാവുന്ന ഒരു ടീമാക്കി നമ്മൾ പരിവർത്തിപ്പിച്ചെടുത്തു. അതിന്റെ ഗുണം കേരളത്തിൽ കണ്ടു. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്ത എല്ലാ മേഖലയും, റെയിൽവേ, ഭക്ഷ്യം, തൊട്ടാൽ കൊണ്ടുവന്ന ആഭ്യന്തരം,
ആഭ്യന്തരം കൈയാളിയപ്പോൾ എന്റെ പൊന്നു CH-നെ KG മാരാണ് വിളിച്ചത്. CHM കോയ, CHM കോയ. C for Christian, H for Hindu, M for Muslim. CHM കോയ. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ, മതസൗഹാർദ്ദത്തിന്റെ കോയ എന്നാണ്. നമ്മളെല്ലാം കൈകാര്യം ചെയ്തു, തൊട്ടതൊക്കെ നമ്മൾ പൊന്നാക്കി. ഒരു പാർട്ടി യോഗം ചേർന്നിട്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഞങ്ങൾ 10 വർഷം മുമ്പ് ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയാൻ ഒരു വേണ്ടാത്തരവും രാഷ്ട്രീയത്തിൽ നാം ഉണ്ടാക്കി തീർത്തില്ല. എന്നാൽ പോളിറ്റ് ബ്യൂറോ ചെയ്യുമ്പോ ഏത് യോഗം നടക്കുമ്പോഴും പറയും നമ്മൾ അന്ന് ചെയ്തത് ചരിത്രപരമായ വിഡ്ഢിത്തരായിരുന്നു, അതിന് മുമ്പ് ചെയ്തത് ചരിത്രപരമായ മണ്ടത്തരമായിരുന്നു, നമ്മൾ അന്ന് അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ. ഇപ്പൊ കണ്ട കൊടുമ്പിരി കൊണ്ട പ്രശ്നമാണ്. എന്നാൽ നമ്മെ കുറിച്ച് പറയാനുള്ളത് എന്താ? അഴിമതി പറയാനില്ല. നമ്മെ കുറിച്ച് പറയാനുള്ളത് എന്താ? വർഗീയതയുടെ കൂരമ്പുകൾ എഴുതിവിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഇരുത്തി പൊരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ ചെയ്തത് എന്താണ്? തികഞ്ഞ സമാധാനം. അന്നും ഇന്നും എന്നും നമ്മൾ ചെയ്തു പോകുന്നതാണ്. മഹാനായ CH-ന്റെ കാലത്ത്, ബാപ്പു തങ്ങളുടെ, പൂക്കോയ തങ്ങളുടെ, മന്നനായ ശിഹാബ് തങ്ങളുടെ കാലത്തൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത് ഇത്തരത്തിലുള്ള നന്മകളാണ്. എല്ലാവരെയും മാനിക്കുന്ന രാഷ്ട്രീയം. മാടായി, മാട്ടൂർ, വളപട്ടണം CPIക്ക് പോലും ബൂത്ത് ഏജന്റ് ആവാൻ കഴിയാത്ത പ്രദേശങ്ങളുണ്ട്. CPM-ന്റെ മുമ്പിൽ CPIക്ക് ബൂത്ത് ഏജന്റ് ആവാൻ കഴിയാത്ത പ്രദേശങ്ങളുണ്ട്. എന്നാൽ പാണക്കാട്ട് തങ്ങളുടെ തട്ടകത്തിൽ ബ്രാഞ്ച് കളക്ടറുടെ ഓഫീസ് ഹൈദരലി തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ തുടങ്ങാം. പാട്ടിക്കടവത്ത് കുഞ്ഞാപ്പാന്റെ വീട്ടിന്റെ മുന്നിൽ ഏത് കൊടിയും കെട്ടാം. മുസ്ലിം ലീഗിന്റെ ബൂത്തിൽ, മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള ഒരു ഗ്രാമത്തിൽ SDPIക്ക് ബൂത്ത് ഏജന്റ് ആവാം, PDPക്ക് ബൂത്ത് ഏജന്റ് ആവാം, ഏത് രാഷ്ട്രീയക്കാരനും ബൂത്ത് ഏജന്റ് ആവാം. രാഷ്ട്രീയ മാന്യത പുലർത്തി, എന്ത് നല്ല സ്നേഹത്തിൽ. ഞാൻ ഓർക്കുകയാണ്, മഹാനായ CH ചന്ദ്രികയുടെ പത്രാധിപരായിരിക്കുമ്പോ ദേശാഭിമാനിയുടെ പത്രാധിപർ ഇന്ദുചൂടൻ ചില കത്തുകൾ കൊടുത്തയക്കും. പ്രിയപ്പെട്ട CH, ഞങ്ങളുടെ ഓഫീസിൽ സ തീർന്നിരിക്കുന്നു, കുറച്ച് സ കൊടുത്തയക്കുക. ഈ സഖാവ് കൃഷ്ണപിള്ള, സഖാവ് EMS, സഖാവ് നായനാർന്ന് എഴുതി സ എന്നുള്ള ഹർഫ് കഴിഞ്ഞു പോയി. അപ്പൊ അത് കുറച്ച് കൊടുത്തയക്കുക എന്നുള്ളതാണ്. CH അല്ലേ മുതല്. എന്റെ മഹാനായ CH സ എന്ന അക്ഷരം പൊറുക്കിയെടുത്തിട്ട് ഒരു പൊതിയിൽ പൊതിഞ്ഞ് ഒന്നാളുടെ കയ്യിൽ കൊടുക്കും, കൂടെ ഒരു കുറിപ്പും. പ്രിയപ്പെട്ട ഇന്ദുചൂടൻ, ദേശാഭിമാനി പത്രാധിപർ, താങ്കളുടെ കത്ത് പ്രകാരം ഞങ്ങൾ ചന്ദ്രികയുടെ ഓഫീസിൽ നിന്ന് ഇതാ കുറച്ച് സ കൊടുത്തയക്കുന്നു. ഇതിനു പകരമായി ഞങ്ങളുടെ ഓഫീസിലേക്ക് കുറച്ചു ജ കൊടുത്തയക്കുക. ജനാബ് ബാബഗിത്തങ്ങൾ, ജനാബ് പൂക്കോയത്തങ്ങൾ എന്ന് എഴുതി ഇവിടെ കുറച്ച് ജ കുറവുണ്ടായിരുന്നു. എന്ത് നല്ല മാന്യതയുടെ രാഷ്ട്രീയം. നിരോധിച്ചപ്പോ അത് പുനഃപ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള പരസ്യം ഏറെ നൽകിയത് ചന്ദ്രിക ദിനപത്രത്തിലാണെന്ന് എത്ര പേർക്കറിയാം. രാഷ്ട്രീയ മര്യാദ അങ്ങനെയാണ്. പൊന്നാനി ഞങ്ങൾക്കൊരു ബാലികേറ മലയായിരുന്ന സമയത്ത് അബ്ദുൽ നാസർ മഅദനി ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചു. പാവം. ആ മഅദനി ഇന്ന് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ ഒരത്താണി കിട്ടിയെങ്കിൽ ഒന്ന് ദാഹിച്ചു നിൽക്കുമ്പോൾ ഒരത്താണിക്ക് വേണ്ടി ദാഹിക്കുന്ന ആ മഅദനിയുടെ അടുത്തേക്ക് രണ്ടത്താണി അബ്ദുറഹിമാനെയും ഒരു ET മുഹമ്മദ് ബഷീറിനെയും പറഞ്ഞയച്ച പാർട്ടിയാണ് ഈ പാർട്ടി. എന്നാൽ രാഘവന്റെ സ്ഥിതി എന്തായിരുന്നു? രാഘവന്റെ സ്ഥിതി തിരിച്ചായിരുന്നു. CB ഹാജിയോട് പോർവിളി നടത്തിയിരുന്ന രാഘവൻ ജനാധിപത്യ ചേരിയിലേക്ക് കടന്നു വന്നപ്പോൾ മാടായിൽ രാഘവനെത്തിക്കൊണ്ട് CB ഹാജി നടത്തിയ ഒരു സുപ്രസിദ്ധമായ ഒരു പ്രസംഗം തന്നെയുണ്ട്. മാടായിൽ രാഘവൻ മരിച്ച ദിവസം ഒരു നിമിത്തം എന്നോണം അതിന്റെ തലേ ദിവസം അവിടെ മുസ്ലിം ലീഗിന്റെ പൊതുയോഗം നടക്കുക. മറ്റു ദിവസം പത്രങ്ങളൊക്കെ ആ കാര്യം എഴുതിയിരുന്നു രാഘവനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ. മഹാനായ CB ഹാജി രാഘവൻ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, രാഘവ, ഇന്ന് മുതൽ ഇഞ്ചി ഞങ്ങളെ പുതിയാപ്പളെ അല്ല, ഞങ്ങള് പുതിയാപ്പള നോക്കണ പോലെ നോക്കും.
EMS നിങ്ങൾ നമ്മളെ തൊട്ട് ചോദി, പക്ഷെ ഞങ്ങളെ പുതിയാപ്പളിനെ തൊട്ടാൽ വിവരറിയും എന്ന് മഹാനായ സീതി ഹാജി അന്ന് രാഘവന് ധൈര്യം കൊടുത്ത് പറഞ്ഞത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായിട്ട് തന്നെയാണ്. എത്ര നല്ല സൗഹൃദം, എത്ര നല്ല സ്നേഹസമ്പുഷ്ടമായ പെരുമാറ്റം. നമ്മൾ നൽകുന്ന ബൈത്തുർ റഹ്മയിൽ ഡിവൈഎഫ്ഐക്കാരുണ്ട്, CITU പ്രവർത്തകരുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 788ാമത്തെ ബൈത്തുർ റഹ്മ ചടങ്ങിലാണ് ഈ വിനീതൻ കഴിഞ്ഞ ദിവസം പങ്കെടുത്തത്. മലപ്പുറം ജില്ലയിലെ 51 വീടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ആ 51 1000ത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക പാർപ്പിട ദിനത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്? ലീഗ് 1 കൊടി കെട്ടിയാൽ 10 കൊടി കെട്ടുന്നവർ, ലീഗ് 20 ട്യൂബ്ലൈറ്റ് കെട്ടിയാൽ 40 ട്യൂബ്ലൈറ്റ് കിട്ടുന്നവർ. ഈ രംഗത്തൊന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ, അതാണ് ഏഷ്യാനെറ്റിന്റെ കണ്ടതും കേട്ടതും പരിപാടിയിൽ അവർ പറഞ്ഞത്. ഇതുപോലെ മത്സരബുദ്ധി വീടുണ്ടാക്കുന്നതിലും അരി വിതരണം നടത്തുന്നതിലും വസ്ത്രവിതരണം നടത്തുന്നതിലും ജീവകാരുണ്യം നടത്തുന്നതിലുമൊക്കെ ഒന്ന് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ നാട് നന്നാകാൻ പിന്നെ വേറെ വഴി തേടേണ്ടതില്ല എന്നാണ്. എന്നാൽ ഇന്ന് മലപ്പുറത്ത് മുസ്ലിം ലീഗിന് ബദലാകാൻ കുറെ ആളുകളുണ്ട്. ബദല് നല്ലതാണ്, നന്മക്കായിരിക്കണം. കണ്ണൂരിൽ പോയി ബദലാകാൻ ആളില്ല, ആലപ്പുഴയിൽ പോയി ബദലാകാൻ ആളില്ല. ഇവിടെ എന്താ നമ്മൾ ഉണ്ടാക്കിയത്? ഇവിടെ നമുക്കില്ലാത്തതെല്ലാം നമ്മൾ കൊടുത്തു. നമുക്ക് എന്ന് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഈ നാടിനില്ലാത്തത് തിരുവനന്തപുരത്തുകാർക്ക് തിരുവനന്തപുരത്ത് മാത്രം ഒരു മെഡിക്കൽ കോളേജ്, ആലപ്പുഴക്കാർക്ക് ആലപ്പുഴയിൽ മാത്രം ഒരു മെഡിക്കൽ കോളേജ്, കോട്ടയത്തുകാർക്ക് കോട്ടയത്ത് ഒരു മെഡിക്കൽ കോളേജ്. ഞാൻ എണ്ണോ, തൃശ്ശൂർക്കാർക്ക് തൊട്ടപ്പുറത്ത് തൃശ്ശൂരിൽ മാത്രം ഒരു മെഡിക്കൽ കോളേജ്. നമ്മുടെ മെഡിക്കൽ കോളേജ് ഏതാ? പാലക്കാട്ടുകാർക്കും മലപ്പുറത്തുകാർക്കും കോഴിക്കോട്ടുകാർക്കും കണ്ണൂർക്കാർക്കും കാസർകോട്ടുകാർക്കും വയനാട്ടുകാർക്കും കൂടെ ഒരൊറ്റ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതിനാണ് ഇവിടെ മാറ്റം വന്നത്. ഇപ്പോ എല്ലായിടത്തും മെഡിക്കൽ കോളേജ്. വെറുതെ പറയുകയല്ല, കൊടുത്തു. ആർക്കാ ഇതിന്റെ മെച്ചം? മലപ്പുറം മെഡിക്കൽ കോളേജിന് വേണ്ടി വീറോടെ വാശിയോടെ പറഞ്ഞ ജനപ്രതിനിധി എം ഉമ്മർ സാഹിബ് പങ്കെടുത്ത വേദിയിൽ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ആ മെഡിക്കൽ കോളേജിൽ ആദ്യമായി പേര് വിളിച്ചിരുത്തിയ കുട്ടിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എ എന്ന അക്ഷരത്തിൽ ആദ്യം വിളിച്ച കുട്ടി അശ്വതി. അശ്വതിക്കാണ് ആദ്യമായി MBBS പഠിക്കാനുള്ള സൗഭാഗ്യം മലപ്പുറത്ത് കിട്ടിയത്. സമുദായത്തിൽ പിറന്ന കുട്ടിയല്ല, ഈ നാടിന്റെ പൊന്നുമോളാണ്. ആരെ കൊണ്ടാണ്? ഞങ്ങളൊരു പാലം കൊണ്ടുവന്നാൽ അത് ലീഗിന്റെ പാലമല്ല, സീതി ഹാജി പാലമുണ്ട് നമ്മുടെ നാട്ടിൽ, ബ്രിഡ്ജുണ്ട് നമ്മുടെ നാട്ടിൽ. അത് ലീഗുകാർക്ക് മാത്രം നടക്കാനുള്ളതല്ല, ഒരു നാടിന്റെ രണ്ടറ്റം മുട്ടിക്കാനുള്ള പാലങ്ങളാണ്. പണ്ട് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് ചില ആളുകൾ നിവേദനം കൊടുത്തിട്ട് പറഞ്ഞു ചേറ്റുവ പാലമാണെന്നാണ് എന്റെ ഓർമ്മ. ഈ പാലം പെട്ടെന്നുണ്ടാക്കണം, ഈ പാലം വന്നാൽ സമുദായത്തിന് വമ്പിച്ച രക്ഷയുണ്ട്. നിവേദക സംഘം പറഞ്ഞതാണ്. പറഞ്ഞു, പൊന്നുമക്കളെ, സമുദായത്തിന് വമ്പിച്ച രക്ഷയുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന പാലം ഈ പാലമല്ല, അത് സിറാത്ത് പാലമാണ് എന്ന് പറഞ്ഞവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ പേര് മുസ്ലിം ലീഗ്, ഈ പതാക, ഈ നേതാക്കൾ ബഹുസ്വര സമൂഹത്തെ ഞങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കുക. മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് കൊണ്ടല്ല. ഗുരുവായൂരിൽ PKK ബാബ മത്സരിക്കുമ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം തുറന്നപ്പോഴാണ് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോടിച്ചിഹ്നം കിട്ടിയത്. ദൈവമേ, ലീഗ് പരാജയപ്പെടരുത് എന്ന് പറഞ്ഞ് നേർച്ച നേർന്നതായിരുന്നു. ഇന്നത്തെ 20 MLA-മാരിൽ ആ 2020 ടീമിൽ 2 MLA-മാരുണ്ട്. കാസർകോട്ട് നിന്ന് അബ്ദുൾ റസാഖ് എന്ന റദ്ദ് ചെയ്യും, എന്നെ നെല്ലിക്കുന്നു. ആ രണ്ടാളും ജയിച്ച മണ്ഡലത്തിന്റെ സ്വഭാവം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആ വോട്ടർ പട്ടിക കിട്ടിയാൽ
നിങ്ങൾ തിരിയിട്ട് തെറിഞ്ഞാൽ ആ വോട്ടർ പട്ടികയിൽ 65% ആ മണ്ഡലങ്ങളിൽ ഹൈന്ദവരാണ്, ഹൈന്ദവ സഹോദരന്മാരാണ്. 65. ഞാൻ പറയുന്ന അക്കം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം. 100-ൽ പിന്നെ 35 ബാക്കി. ആ 35-ൽ തന്നെ INL പോണം, PDP പോണം, സുഡാപ്പി പോണം, എല്ലാം ആറ്റിക്കിഴിച്ച് കുറുക്കി ഹരിച്ചാൽ അവസാനം കിട്ടുന്നത് എത്ര? 35-ൽ ഇങ്ങനെ ഛിന്ന ഭിന്നമായി പോയാൽ തന്നെ ആകെ എത്ര കിട്ടും? ഇപ്പോഴത്തെ 65 സാമുദായികമായി. എന്നിട്ടും അവിടെ കോണി ജയിക്കുന്നു. തുച്ഛം വോട്ടിനല്ല, 10,000-കണക്കിന് വോട്ടിന്റെ ലീഡിന് ചിഹ്നം കോണി. ആരെയാ തോൽപ്പിക്കുന്നത്? അരിവാളല്ല, താമര. താമരയെ തോൽപ്പിച്ച് നാട്ടിലെ ഹൈന്ദവ സ്നേഹിതന്മാർ വോട്ട് ചെയ്യാതെ എങ്ങനെയാണ് കോണിക്ക് 10,000-കണക്കിന് ലീഡ് ലഭ്യമാവുക? ചിന്തിക്കേണ്ടതാണ്. മഹാത്ഭുതം. എന്നാൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള ഒരു മണ്ഡലമുണ്ട്, ലക്ഷദ്വീപ്. ആ വോട്ടർ പട്ടികയിൽ ഒരൊറ്റ മുസ്ലിമുമില്ല. LK അദ്വാനിയുടെ പട്ടികയിലേക്ക് ഒരു BJP-കാരനെ പറഞ്ഞയച്ചു ആ മണ്ഡലം. വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലമാണ് ലക്ഷദ്വീപ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ മണ്ഡലത്തിൽ BJP-യുടെ മുന്നണിയിലേക്ക് ഡോക്ടർ കുഞ്ഞിക്കോയ എന്ന് പറയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കി പറഞ്ഞേക്കുന്നു. PM സൈദിനെ തോൽപ്പിച്ചിട്ട്. എന്താ ഒന്നല്ലൊരു വിരോധം. എന്നിപ്പോ എന്താ ഒരു ടീം ജയിച്ചിട്ട് അതന്നെയാണ് ഇവിടുത്തെ വിരോധം. എന്നും ഇങ്ങനെ കോണി, അനന്യ കോണി. എല്ലായിടത്തും കോണി ജയിക്കുന്നു. പഞ്ചായത്തിലേക്ക് കോണി, ബ്ലോക്കിൽ കോണി, ജില്ലയിൽ കോണി, MLA കോണി, ഇങ്ങനെ പോവാണ് അല്ലേ? പല സ്ഥലത്ത് അങ്ങനെ വരികയാണ്. ചില ആളുകൾക്ക് വലിയ വിരോധമുണ്ട്. ഞാൻ പറയാറുണ്ട്, നമ്മുടെ മഞ്ചേരിക്കപ്പുറത്ത് ഇതേപോലെ കോണിങ്ങനെ അട്ടിക്ക് വെച്ചത് കണ്ടപ്പോ അവരെ അപ്പുറത്ത് ബൂത്ത് ഏജന്റായ അപ്പുറത്തെ സ്ഥാനാർത്ഥി ഇതിന് 2-3 ബാലറ്റ് എടുത്തിട്ട് വിഴുങ്ങി കോണി കാണാൻ വയ്യായിട്ട്. ഇത് ഇവനെ സ്കാൻ ചെയ്തപ്പോ അതിലും കോണിയാ കണ്ട്. ഇത് കണ്ടപ്പോ എന്നാ കണ്ണൂർ കാസർകോട്ട് നിന്നൊക്കെ നല്ല റിസൾട്ട് വരുന്നു. TV തുറന്നു നോക്കുമ്പോ അതിലും കോണിയാണ്. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് കേബിളൊക്കെ വലിച്ചിട്ട്, അപ്പൊ കേബിളിന്റെ പണിക്കാരത് നേരാക്കാൻ വരുന്നതും കോണിയെത്തി. അങ്ങനെ കോണി കണ്ടും അടുത്തൊരു കാലഘട്ടം. അങ്ങനെ വന്നപ്പോ അസൂയായിരിക്കും. ഒരു പദ്ധതിയുടെ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് വന്നാൽ എല്ലാം നീക്കുക, ജനങ്ങൾ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചിട്ട്. അതാണ് പുണ്യാപ്പാനെ നോക്കി കേരളത്തിൽ പല ആളുകളും സംസാരിക്കും. മഞ്ഞളാംകുഴിയാലി മന്ത്രിയാകുമ്പോ പല ആളുകളും സംസാരിച്ചു. ആ സംസാരം നടന്നപ്പോ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഞങ്ങളാരും ഓട് പൊളിച്ചു വന്നവരല്ല. ഞാൻ എന്റെ ഭാഷയിൽ പറയാറുണ്ട്. ചില ആളുകളുടെ വർത്തമാനം കേട്ടാൽ തോന്നുക ഞങ്ങൾ ഈ 20 ആളുകൾ അവിടെ ഇരിക്കുന്നത് മലപ്പുറം കോട്ടക്കുന്നിന്റെ മുകളിൽ നിന്ന് നിർത്തിയിട്ടിരുന്ന KSRTC തിരുവനന്തപുരം എന്ന് ബോർഡ് വെച്ച KSRTC-യിൽ ഞങ്ങൾ 20 സീറ്റ് പിടിച്ചത് ടവലിട്ടിട്ട് പോയതാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല, ആൺകുട്ടികളെ പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതാണ്. ഈ അഹമ്മദ് മന്ത്രിയായപ്പോൾ അത് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണ് പറഞ്ഞ ആളാ അച്യുതാനന്ദൻ. എന്നാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. മിസ്റ്റർ അച്യുതാനന്ദൻ അങ്ങ് ഏത് മാളത്തിലാണ് അറിയിരിക്കുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇന്ന് വരെ അയാൾ പറഞ്ഞിട്ടില്ല ഇത് മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണ് എന്ന്. ഈ അഹമ്മദ് മന്ത്രി അല്ലാതെ പോയാൽ ലീഗുകാർക്ക് എന്താ ഛേദം? ഈ അഹമ്മദ് മന്ത്രി അല്ലാതെ പോയപ്പോൾ ആദ്യം കഴിഞ്ഞത് മലപ്പുറത്തെ ലീഗല്ല, മാമല്ലയിലെ കൊച്ചു പൈതലാണ്. ഒരു ഈ അഹമ്മദിന്റെ കപ്പൽ സാധാരണ ഞങ്ങൾക്ക് മരുന്നുമായി വന്നിരുന്നു, സാധാരണ വസ്ത്രവുമായി വന്നിരുന്നു. വെടിയച്ചയുടെ കാതച്ച നിലക്കാത്ത വെടിമരുന്നിന്റെ ഗന്ധം വിട്ടുമാറിയിട്ടില്ലാത്ത ഞങ്ങളുടെ മണ്ണിലേക്ക് ഞങ്ങളുടെ അമീറായ യാത്രത്തിന്റെ കൈപ്പ് ഭരിച്ചെന്ന് ആശ്വസിപ്പിക്കാൻ ഒരു അഹമ്മദ് വന്നിരുന്നു. ആ അഹമ്മദ് എവിടെ? എന്റെ സഹോദരിമാരെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൊച്ചു പൈതലിറങ്ങുന്ന ചിത്രം നമ്മൾ വാർത്തകളിൽ കാണാം. അഹമ്മദ് മന്ത്രിയല്ലാതെ പോയതിന്റെ ദുരന്തം അനുഭവിച്ചതിൽ ആദ്യം ഫലസ്തീനിലെ പൈതലാണ്.
എന്തെല്ലാം കുതൂഹലങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഈ രാജ്യത്ത് ചെയ്തു പോകുന്നത് എന്താ? ഈ അഹമ്മദ് ഒരു കൊലപാതക കേസിനും പ്രതിയല്ല. ഈ അഹമ്മദ് കൊലപാതകത്തിനും മസ്ലഹത്തായി പോയവനാണ്. കണ്ണൂരിൽ RSSും മാറ്റിയും കൊണ്ടും കൊടുത്തും കഴിയായിരുന്നു. ഒരു ദിവസം RSSകാരനെ പറ്റിയാൽ പിറ്റേ ദിവസം മാറ്റിക്കാരനെ പറ്റും. രാഷ്ട്രീയ മനുഷ്യക്കുരുതിക്കുള്ള ബലിത്തറയായി മാറിയ കണ്ണൂരിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾ, വഴിപാടുകളും കൊലപാതകം നാട്ടു നടക്കുമായിരുന്നു. അവിടെ ഒരു കൂട്ടർ മാൻ പവറിലും മറ്റൊരു കൂട്ടർ മസിൽ പവറിൽ. ആ മാൻ പവറിന്റെയും മസിൽ പവറിന്റെയും ഇടയിൽ മസ്ലഹത്തിന്റെ പവറിലാണ് ഈ അഹമ്മദ് നിറഞ്ഞു നിന്നത്. ആ അഹമ്മദിനെ തോൽപ്പിക്കാൻ മലപ്പുറത്ത് മഞ്ചേരിയിലാണ് ഒരു പൊതുയോഗം കഴിഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കാൻ ഫാസ്റ്റ് ഫുഡ് കടയിൽ കയറിയപ്പോ കുറച്ചൊരു മുതിർന്നൊരു മനുഷ്യനോട് വന്നിട്ട് പറഞ്ഞു, പ്രസംഗമൊക്കെ ജോറായി, പക്ഷെ ഞാൻ അഹമ്മദിന് വോട്ട് ചെയ്യൂല. എന്റെ കാര്യം ഒന്നല്ല, ഞാൻ ഹജ്ജിന് പോകുമ്പോ അഹമ്മദിനെ കുറെ വിളിച്ചു, അഹമ്മദ് കഴിഞ്ഞില്ല. ഞാൻ അയാളോട് പറഞ്ഞു, അഹമ്മദ് ഞങ്ങളെ വിളിച്ചതുകൊണ്ട് ഹജ്ജിന് പോകാൻ പറ്റൂല, ഇബ്രാഹിം നബി നിങ്ങളെ വിളിക്കണം, അത് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. എന്തേ? ആ സാധുവിന് ഖളായിൽ പോലും വിശ്വാസമില്ല. മുസ്ലിം ലീഗിനെ ക്രൂശിക്കാൻ എന്തെങ്കിലും ആയുധം കിട്ടണം. നിങ്ങൾ കണ്ടോ, ഒരു ജുഡീഷ്യറിയുടെയും നോട്ടപ്പുള്ളിയല്ല അഹമ്മദ്, എന്നാൽ രാജ്യത്തിന്റെ നീതിപീഠത്തിന്റെ നോട്ടപ്പുള്ളിയാണ് നരേന്ദ്രമോദി. ആ മോദി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോ ഒരു ബേജാറും കാണിച്ചില്ലല്ലോ. മതേതരത്വത്തിന് ഭീഷണിയാണ് ഇന്നത്തെ ഏക സിവിൽ കോഡ്. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ വിവാഹത്തിനൊരു നിയമം എല്ലാവർക്കും, മരിച്ചാൽ മറവ് ചെയ്യാൻ എല്ലാവർക്കും ഒരു നിയമം, സ്വത്തവകാശത്തിനൊരു നിയമം. ഇന്ന് മന്ത്രി സദാനന്ദ ഗൗഡ പ്രത്യേകം ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്, സ്ത്രീകളെ ഞങ്ങൾ വേറെ ഒരു കോലത്തിൽ കാണൂല. അത് വേറൊരു ഐഡിയ ആണ്. സ്വത്ത് ഓഹരി വെക്കുമ്പോ നമ്മുടെ വിശ്വാസപ്രകാരം പുരുഷന്റെ പകുതി ഓഹരിയാണ് സ്ത്രീക്ക്. കമ്മ്യൂണിസ്റ്റ് സ്നേഹിതന്മാരൊക്കെ ഇപ്പൊ എന്റെ നാട്ടിലും പല നല്ല മുത്തലക്കായ സഖാക്കൾ, ജുമായക്കൊന്നും പോകാത്ത സഖാക്കൾ, അവര് പറയാറുണ്ട് ഞങ്ങളോടൊക്കെ ആണിനും പെണ്ണിനും അങ്ങനെ വേറിട്ട് കാണരുത്. ഞങ്ങൾക്ക് താപ്പ് നോക്കിയിരുന്നു ഈ സഖാവിന്റെ വാപ്പാന്റെ മുതൽ ഒഴിവെക്കുമ്പോ, കാരണം പൊങ്ങൾക്ക് ഫുള്ള് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയി നോക്കി. അപ്പൊ പറയാം അത് ഞമ്മക്ക് ബാധകല്ല, എനിക്കത് ദ്രാവകാണ്, ഓനക്കത് ബാധകല്ല, ഒന്ന് ആലോചിക്കണം. അങ്ങനെയല്ല. അപ്പോ അവനാന്റെ മേത്തക്ക് പറ്റുന്നു എന്ന് കണ്ടപ്പോ അതിന്നൊക്കെ ഒന്ന് വേറിട്ട് നിൽക്കുക. വിശ്വാസിക്ക് വിശ്വാസം ഒരു പ്രശ്നം തന്നെയാണ്. വിശ്വാസിക്ക് വിശ്വാസം ഒരു പ്രശ്നം തന്നെയാണ്. ഒമ്പത് പേരിന്റെ പേരിലാണ് അബ്ദുള്ളക്കുട്ടി ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. ശബരിമല തീർത്ഥാടനത്തിന് പോയവര് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ആളുകളെ മാറ്റുന്ന സ്ഥിതിവിശേഷം മഹല്ല് ഭാരവാഹിത്വത്തിലും മഹല്ല് കമ്മിറ്റിയുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും തലപ്പത്തിരുന്നാൽ പാർട്ടിക്ക് അതൊരു വിഷയമാണെന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുന്നു. പിന്നെ ഇവർ നാട്ടിൽ പോസ്റ്റർ പതിക്കും, ഫ്ലക്സ്, ഞങ്ങൾക്ക് മതമുണ്ട് പക്ഷെ മതഭ്രാന്തില്ല. പിന്നെ ഏത് മതമാണ്? ആനയുടെ മതം. ഓഹോ, ആനക്ക് മതം പൊട്ടിയാൽ എന്തൊക്കെ ഉണ്ടാകും? ആ മതമാണോ? വിശ്വാസിയെ കടിഞ്ഞാണിടുന്ന നിയമമാണ് ഏക സിവിൽ കോഡ്. സ്വത്തവകാശത്തിൽ, വിവാഹത്തിൽ എല്ലാവർക്കും ഒരേ ആചാരം. ഇന്ന് പ്രത്യേകം ആ മന്ത്രി പറഞ്ഞത് നിങ്ങൾ വായിക്കണം. ഇന്നത്തെ പത്രം കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് വായിക്കണം. അതിൽ പ്രത്യേകം പറയുന്നത് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അത് പറ്റൂല, ഇന്ത്യക്കൊരു ആചാരാനുഷ്ഠാനം വേണം. അത് പറ്റുമോ ഇന്ത്യയിൽ? ഇത് യൂണിറ്റിന്റെ യൂണിവേഴ്സിറ്റിയാണ്, വൈവിധ്യത്തിൽ ഏകത്വം. അങ്ങനെ പറഞ്ഞാൽ ഒരു നിശ്ചയത്തിന് പോകുമ്പോ പല ടീം ഉണ്ടാവുമല്ലോ. ലീഗ് ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാവും, പല പാർട്ടിക്കാരുണ്ടാവും. ആ നിശ്ചയത്തിന്റെ ടീമിൽ മഹല്ല് കമ്മിറ്റി തീരുമാനിക്കണം എല്ലാവരും ഒരു പാർട്ടിയായിട്ട് നിശ്ചയത്തിന് പോയാൽ മതി. ഏതെങ്കിലും കല്യാണം ഉണ്ടായി ജന്മത്തിന് നടക്കുക. വ്യത്യസ്ത ആളുകൾ, അങ്ങനെ വ്യത്യസ്തത. ഒരു ഫുട്ബോൾ ടീമിലോ തന്നെ ഷറഫ് അലി ഉണ്ടാവും, IM വിജയൻ ഉണ്ടാവും, അല്ലേ? എല്ലാവരും ഒരു ടീമായിട്ട് ഗോളടിക്കാൻ പറ്റുമോ? അപ്പൊ ഷറഫ് അലി ചെയ്തിട്ട് കൊടുക്കുമ്പോ വിജയൻ പട്ടികജാതിയാണ്, നേരെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ജന്മത്തിൽ ഗോളടിക്കുക അതിന് പറ്റുന്നത് ഒരു ടീമായി പോകുമ്പോ അങ്ങനെയാണ്. ലീഗിന് ടീം ഉണ്ടാവും, മുജാഹിദ് ഉണ്ടാവും, എല്ലാ ടീമും ഉണ്ടാവും. ഫുട്ബോൾ ടീമിൽ എല്ലാ ജാതിക്കാരുണ്ടാവും, ഒരു ക്ലബിൽ എല്ലാവരും ഉണ്ടാവും. ഇന്ത്യയിൽ എല്ലാവരും ഉണ്ട്. മതസംഘടനയിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാവും. അത് മുജാഹിദ് സംഘടനയായാലും സുന്നി സംഘടനയായാലും വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാവും.
രാഷ്ട്രീയ പാർട്ടിയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉണ്ടാവും, ഒരു ഫുട്ബോൾ ടീമിൽ വ്യത്യസ്ത ജാതി ഉണ്ടാവും. അവിടെ ആളെ തരവും പാടും നോക്കിയല്ല മുന്നോട്ട് പോകും. എന്നുപോലെയാണ് ഇന്ത്യ. ഇന്ത്യയെ പോലെ വൈജാത്യങ്ങളുള്ള ഒരു നാട് വേറെ ഇല്ല. ഫഹദ് രാജാവിന്റെ സൗദിയല്ല, ഹുസ്നി മുബാറക്കിന്റെ ഈജിപ്തല്ല, കേണൽ ഗദ്ദാഫിയുടെ ലിബിയല്ല, നേരത്തെ സദ്ദാം ഹുസൈൻ വാണിരുന്ന ഇറാഖുമല്ല നമ്മുടെ നാട്. നമ്മുടെ നാട് പോലെ എത്ര വൈജാത്യങ്ങളുള്ളൊരു നാട് വേറില്ല. ഇന്ത്യയിൽ തന്നെ സ്റ്റേറ്റ് വേറെ വേറെ വേറെ. മലയാളക്കാരല്ല, മലയാളത്തിൽ വർത്താനം പറഞ്ഞുകൊണ്ടെന്ന് പരസ്പരം തിരിയില്ല. ഇപ്പോ താനൂരപ്പുറത്ത് പോയാൽ ഇറങ്ങി എന്നുള്ളതിന് പറയും കീഞ്ഞ്. നമ്മളിപ്പെടുന്നാണ് കീഞ്ഞേറ്. നമ്മളെ ചിലപ്പോൾ എഴുത്ത് കയറി ഇറങ്ങണം, എന്നാലും അത് കീഞ്ഞതാവും. കണ്ണൂരിൽ ചെന്നിട്ട് ഓട്ടോറിക്ഷയുടെ കാശ് കൊടുത്തിട്ട് ഞാൻ ഏതിനെ പോവാണ്. അപ്പൊ അയാൾ പറഞ്ഞ് 10 രൂപ എനിക്ക് തരാൻ. 10 രൂപ എനിക്ക് തരാന്ന് പറഞ്ഞപ്പോ ഞാൻ അത് കിട്ടും വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അല്ല, മൂപ്പർക്ക് അങ്ങോട്ട് കൊടുക്കാനാണ് കണക്കെന്ന് പറഞ്ഞാൽ. ഇതാ വ്യത്യാസം. അധികം പറയണം. ഇങ്ങനെയുള്ള നാട് ജാതിയിൽ, മതത്തിൽ, വർഗത്തിൽ, വർണ്ണത്തിൽ, വേഷത്തിൽ, എല്ലാം ഭാഷയിൽ. ഇവിടെയാണ് ഈ ഏക സിവിൽ കോഡ്. ചുട്ടുകരിക്കണം എന്ന നിയമമാണ് ദഫൻ ചെയ്യേണ്ടതിൽ, മറമാടേണ്ടതിൽ എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചാൽ മാനിക്കേണ്ടി വരും. ഇന്ത്യ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ, ഏത് ഗവൺമെന്റ് തീരുമാനമെടുത്താൽ, പഞ്ചായത്ത് തീരുമാനമെടുത്താൽ അംഗീകരിക്കേണ്ടി വരും. ബസ് ചാർജ് കൂട്ടിപ്പൻ്റെ നാട്ടിലൊരു ചങ്ങായി പറഞ്ഞു അള്ളാന്റെ റസൂലാണ് ഞാൻ കൊടുക്കൂല. കണ്ടക്ടർ പറഞ്ഞു ബൈക്ക് ഇറങ്ങേണ്ടി വരും. വിവരം അറിയും. കണ്ടക്ടർ ഏർപ്പാടാക്കിയ പൈസ ഗവൺമെന്റ് തീരുമാനം എടുത്താൽ അംഗീകരിക്കേണ്ടി വരും. കരണ്ടിന്റെ ചാർജ് കൂട്ടിപ്പൻ്റെ നാട്ടിലൊരു ചങ്ങായി പറഞ്ഞു ഞാൻ അടക്കൂല. പിറ്റേ ദിവസം ഫ്യൂസ് ആണ് അടക്കേണ്ടി വരും. നിയമങ്ങൾ കൊണ്ടുവരും. ബാങ്ക് വിളി നിരോധിച്ചിട്ടുണ്ട് ഗവൺമെന്റുകൾ. ബാങ്ക് വിളി നിരോധിച്ചിട്ടുണ്ട്. കൂട്ടമായി ആളുകൾ നിസ്കരിക്കാൻ പോകുന്നത് നിരോധിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നിരോധിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു കേസുണ്ട്. നേരത്തെ കൊടുത്തതാണ്. കൊടുത്ത ആളുടെ പേര് സുനിത് ചോപ്ര. അത് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. മാനല്ല എന്തെങ്കിലും പൊടി തട്ടിയെടുക്കും, ചർച്ചയ്ക്ക് വരും. കണ്ണൂരിലെ സുബഹിബാങ്ക് പള്ളിയിൽ ഞങ്ങൾ ഉറക്കം കൊടുക്കുന്നു എന്ന് പറഞ്ഞ കാരണത്താൽ ഇനിയൊരു തീരുമാനം വരുന്നത് വരെ സുബഹിബാങ്ക് പാടില്ലെന്ന് പറഞ്ഞ് കണ്ണൂരിലെ ചോനത്ത് പള്ളിയിൽ മുഴങ്ങാറില്ല. തലശ്ശേരി ജഡ്ജി ഒരു തീരുമാനം എടുക്കും, അപ്പോ അതിനൊരു തീരുമാനം വരും. ഇതാണ് രാജ്യത്തിന്റെ ഗവൺമെന്റും നമ്മളും തമ്മിലുള്ള ബന്ധം. ഏക സിവിൽ കോഡ് ചില്ലറ കാര്യമല്ല. നിക്കാഹിനൊറ്റ നിയമം, തൊലാഖിനൊരൊറ്റ നിയമം, സ്വത്തവകാശത്തിന് ഒറ്റ നിയമം. വ്യക്തി നിയമത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഒരു നിയമം വന്നാൽ വിശ്വാസി സമ്മതിക്കില്ല. കാരണം ഹൈന്ദവന്റെ വിവാഹം പൂജാരി, നിറബറ, നിലവിളക്ക് സമ്മതിച്ചു കൊടുക്കണം. മുസൽമാന്റെ വിവാഹം വലിയ വരൻ, ഈജാബ്, കബൂൽ, സവ്വജത്തുക, നീതിമാന്മാരായ സാക്ഷികൾ. ഇത് രണ്ടു കൂട്ടരും മാറൂല. ലക്കും ദീനിക്കും വലിയ ദീൻ. എല്ലാവർക്കും അവനവന്റെ മതം പ്രധാനമാണ്. മോഡി ഈ രാജ്യത്ത് കൊണ്ടുവരാൻ പോകുന്നത് ഇത്തരം സമ്പ്രദായങ്ങളാണ് എന്നറിയാഞ്ഞിട്ടല്ല. മുസൽമാനെ വിവാഹം കഴിക്കണം, ഹൈന്ദവനെ കഴിക്കണം. ഓരോരുത്തരുടെയും ആചാരമാണത്. എന്നാൽ നമ്മുടെ നാട്ടിൽ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ശശികുമാർ MLA-യുടെ ഭാര്യ ബഹർമീസയാണ്. CPM-ന് അതൊരു വിഷയമല്ലായിരിക്കാം. മങ്കടയിൽ അഹമ്മദ് കബീർ സാഹിബിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി ഖദീജാന്റെ മൂത്തവും കല്യാണം കഴിച്ചത് മുസ്ലിം വീട്ടിൽ നിന്നും, രണ്ടാമത്തവും കല്യാണം കഴിച്ചത് ഹിന്ദു വീട്ടിൽ നിന്നുമാണ്. ആരെയും വെറുപ്പിച്ചിട്ടില്ല. അത് വിശ്വാസിക്കൊരു പ്രശ്നമാണ്. എണ്ണണോ? ഞാൻ കണ്ണൂരിൽ പോയത് മട്ടന്നൂരിൽ പ്രസംഗിച്ചപ്പോ അവരൊന്നും ചിരിക്കുന്നില്ല, മിണ്ടുന്നില്ല. എന്തിനാണിത്? വിശ്വാസിയെ തകർക്കണം. ഇങ്ങനെയാണ് ബുഖാറ മാറ്റിയത്. ഇമാം ബുഖാരിയുടെ മണ്ണ് ഫത്വ കൊടുക്കുന്ന മുഫ്തിമാരെയും ഖാദിമാരെയും ആലിമീങ്ങളെയും ഒക്കെ നാടുകടത്തുകയും അറബ് ഭാഷ വേണ്ടെന്ന് വെക്കുകയും വിശ്വാസിയെ കടക്കൽ കത്തിവെക്കുകയും ചെയ്തപ്പോഴുണ്ടായ മാറ്റം. അതിന്റെ ഏകദേശം മോഡൽ നമ്മുടെ തീരദേശത്തേക്കൊക്കെ വന്നു. പറവണ്ണ, ഉണ്ണിയാൽ, കൂട്ടായി ഭാഗങ്ങളിൽ
അതിന്റെ ഏകദേശം കണ്ണൂരിൽ നേരിട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും. പൂട്ടിയിട്ട ചങ്ങലയിട്ട് പൂട്ടിയിട്ട പള്ളികൾ. ഒന്ന് മുദ്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയാൽ തള്ളിയാലും തുറക്കാത്ത കുറെ ഗേറ്റുകൾ കാണാം. പ്രശ്നം പരിഹരിക്കുന്നത് വരെ കൂട്ടിയിട്ടിരിക്കുന്നു എന്ന് എഴുതി വെച്ചത് കാണാം. 3 ഖബറുള്ള ബക്കളം പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ പെർമിഷൻ ഇല്ലാത്ത കാരണത്താൽ പിന്നീട് അവിടെ വേറൊന്ന് വെക്കേണ്ടി വന്നിട്ടില്ല. പാർട്ടി പറയണം ഇതാണ് ബംഗാളിൽ സംഭവിച്ചത്, ഇതൊരു വിശ്വാസിയുടെ പ്രശ്നമാണ്. എന്നാൽ നമ്മളോ എല്ലാവരെയും മാനിച്ചു, എല്ലാവർക്കും സ്നേഹം കൊടുത്തു, കിട്ടിയ വകുപ്പിലൊക്കെ എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് നീങ്ങി. വിദ്യാഭ്യാസ വകുപ്പിൽ നമ്മൾ ചെയ്ത സേവനങ്ങൾ എത്രയാണ്. ഇന്നും ഒരു അറബിക് യൂണിവേഴ്സിറ്റി ഇല്ല കേരളത്തിൽ. എന്നാൽ സംസ്കൃതത്തിന് യൂണിവേഴ്സിറ്റി ഉണ്ട്. ആരുടെ കാലത്താണ് ഉപനിഷത്തിന്റെ ഭാഷയായ രാമായണത്തിന്റെ ഭാഷയായ സംസ്കൃതത്തിനത് യൂണിവേഴ്സിറ്റി കണി കണ്ടത് E.T. മുഹമ്മദ് ബഷീർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അറബിക് യൂണിവേഴ്സിറ്റി ഇപ്പോഴും ഇല്ല. അറബിക് ഭാഷാ സമരം നടക്കുമ്പോൾ മുത്ത് CH നേരിട്ട വേദനകൾ എത്രയാണ്. അറബ് നാട്ടിൽ പണി വേണം, അറബ് നാട്ടിലെ പണവും വേണം, അറബ് ഭാഷ പഠിക്കാൻ മാത്രം കേരള നാട്ടിൽ ഇടമില്ലേ എന്ന് ചോദിച്ച് മജീദും റഹ്മാനും കുഞ്ഞിപ്പയും കരട് കൊടുത്ത് അറബ് ഭാഷയ്ക്ക് വേണ്ടി അടരാടുമ്പോ കേരളത്തിന്റെ നിയമസഭയിൽ CH-നോടായി അന്നത്തെ സ്പീക്കർ പറഞ്ഞു, നിങ്ങളുടെ ചന്ദ്രിക ദിനപത്രത്തിൽ ഇന്നൊരു ലേഖനം, അതിൽ അറബി മാതൃഭാഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. CH ചന്ദ്രികയുടെ പത്രാധിപരെ വിളിച്ചു കൊണ്ടുവന്ന് കേരളത്തിന്റെ നിയമസഭയിൽ വന്ന് മാപ്പ് പറയണം. CH ആ പത്രം ഉയർത്തിപ്പിടിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ അടരാടി. ആര് പറഞ്ഞു മാതൃഭാഷ? മലയാളിക്കൊരു മാതൃഭാഷയേ ഉള്ളൂ, അത് മലയാളം തന്നെ. ഞങ്ങളുടെ വലിയ മാതൃഹൃദയം പോലെയാണ്. സമ്മതിച്ചു കൊടുത്തില്ല. CH വൈകിട്ട് ഒരു പൊതുയോഗത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു, ഈ ഭൂമി ലോകത്തേക്ക് ഈ കോയാന്റെ സമുദായം പിറന്നു വീണാൽ ഞങ്ങളുടെ കാതിൽ ആദ്യമായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് അറബിയാണ്. ഞങ്ങൾ അവസാനം കണ്ണടക്കുമ്പോൾ ഞങ്ങളുടെ കാതിൽ കേൾക്കാനും ചുണ്ടിൽ ഉരുവിടാനും ആഗ്രഹിക്കുന്ന ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും അറബിയാണ്. ഞങ്ങളെ 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ചുറ്റും കൂടിയവർ 3 പിടി മണ്ണ് വാരിയിട്ട് ചൊല്ലും, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അതും അറബിയാണ്. അങ്ങനെ ജനനം തൊട്ട് മരണം വരെ, മണ്ണിലേക്ക് പോകുന്നത് വരെ അറബിയോട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. അതിന്റെ പേരാണ് പൊക്കിൾക്കൊടി ബന്ധം. ആ ബന്ധം മാതാവിന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, അറബി മാതൃഹൃദയം പോലെ തന്നെ. CH ആണയിട്ട് പറഞ്ഞു, വിട്ടില്ല. ശത്രുക്കൾ പറഞ്ഞു, ഓ മലയാള വിരോധി, ഓ അക്ഷരത്തിന്റെ ശത്രുവേ. ആരെ? CH. പ്രിയപ്പെട്ട CH വഫാത്തായി. പിന്നീട് ആ CH-ന്റെ സ്ഥാനത്ത് മഞ്ചേരിയിൽ ഇസ്ഹാഖ് ഗുരുക്കളാണ് മത്സരിച്ചതെങ്കിലും പിന്നീട് ആ കസേരയിലിരിക്കാൻ ഭാഗ്യം കിട്ടിയത് ഔഖാദർ കുട്ടി നഹ സാഹിബിനാണ്. ആ ഔഖാദർ കുട്ടി നഹയുടെ രക്തത്തിൽ പറന്ന പുന്നാര പൂമൂനാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുർ റബ്ബ്. അൽഹംദുലില്ലാഹ്, ആ അബ്ദുർ റബ്ബിന്റെ കൈകൾ കൊണ്ട് തന്നെ ഞങ്ങളിതാ തിരൂരിനൊരു തിരുമുൽ കാഴ്ചയായി, തുഞ്ചത്താചാര്യന്റെ മണ്ണിൽ തിരൂരിന്റെ തിരുനെറ്റിയിൽ ഒരു തിലകക്കുറിയായി ഞങ്ങൾ മലയാളം സർവകലാശാല കൊടുത്തിരിക്കുന്നു. CH-ന് മലയാളി വിരോധി എന്ന് വിളിച്ചോരൊക്കെ ഇന്ന് ഹയാത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ തിന്നടാ, തിന്നോ എന്ന് പറയാൻ ഞങ്ങളെ പ്രിയപ്പെട്ട കോയ സാഹിബ് ഞങ്ങളുടെ കൂടെ ഹയാത്തിലില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ ഇപ്പൊ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളാ കൊടുത്തത് മലയാളം സർവകലാശാല. ഞങ്ങളുടെ കാലത്ത് അറിയോ, പറഞ്ഞല്ലോ, സാധാരണ നമുക്കിതൊന്നുമില്ല. നമ്മളെന്തെങ്കിലും കൊടുക്കാൻ വരുമ്പോഴത്തേന് ഗവർണറെ ആര്? അച്യുതാനന്ദൻ. എന്നാലോ ശുഹാബി നാടൊട്ടുക്ക് നടന്നു പറയാണ്, മലപ്പുറം എന്ത് നേടി? വെറുതെ നടന്നു. മലപ്പുറത്തൊന്നുമില്ല. ഇത് ഏതുപോലെയെന്നറിയാം,
ഈ ചില ഡ്രൈവ് വാഹനമൊക്കെ ഒരുപാട് കൂടിയ കാലാണ്. വണ്ടി ഇങ്ങനെ പോകാനിടക്ക് മുന്നിലെ വണ്ടി തടസ്സം ഉണ്ടാവും. അതിന്റെ പിന്നിലെ വണ്ടിക്കാരന് പോകാൻ പറ്റൂല. പക്ഷെ അതിന്റെ പിന്നിലെ വണ്ടിക്കാരൻ ഈ വിവരമില്ല. പിന്നിൽ എന്നിട്ട് കീതാണ് മരണ ഓണായിരിക്കും. ഓന്റെ വിചാരം തരിക മുന്നിലുള്ളവൻ പോണം. ഇത് ഓണടിച്ചാലല്ല, അത് ക്ലച്ചിന് ചവിട്ടിയാലാ പോകാൻ സാധുവിന് അറിയായിട്ടല്ല. ഇതിങ്ങനെ കീഴറിയിട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞങ്ങളെ നാട്ടിൽ ചങ്ങായി എന്ത് ചെയ്തെന്നറിയോ? എന്നാ വിഷയം എന്ന് വെച്ച് ക്ലാസ് താത്തി ചോദിച്ചപ്പോ പിന്നിലുള്ളവൻ പറഞ്ഞു എടുക്കണോ വണ്ടിന്ന്. ഇത് മുന്നിലുള്ള തടസ്സം സാധുവിനെ അറിയില്ല. അപ്പൊ ഓൻ പറഞ്ഞിട്ടെന്നറിയാം, ഈ ഡ്രൈവർ പറഞ്ഞു ഇജ്ജ് ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ വണ്ടി കയറിയിട്ട് ഓനെ ഞാൻ അടിച്ചോളാം, ഇജ്ജിത്ത് നിന്ന് മുന്നിക്കാക്കി തരുവായിരിക്കും എന്ന പോലെ മാറ്റിപ്പാട്ടി വിലങ്ങിനട്ടൊക്കെയാണ്. നമുക്കാണ് പോകാൻ കഴിയുന്നില്ല. ഗവർണറോട് പറയാതാ ഈ തീ വാരിക്കോരി ചുരിഞ്ഞു കൊടുക്കുന്നു, ലീഗിത വല്ലാതെ താക്കാടുന്നു എന്ന് പറയുമ്പോ നമ്മൾ ആ തടസ്സത്തിൽ നിൽക്കുക. ഇവര് കോടതി പോയില്ലേ, മലപ്പുറത്തുകാർ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാറില്ല. അപ്പോഴല്ലേ നമ്മുടെ സൗദാബി കാണിച്ചു തരാ എന്ന് പറഞ്ഞ് പഠിക്കുകയാണ്. എനിക്ക് 1ാം റാങ്ക് വാങ്ങിയിട്ട് എവറസ്റ്റ് കൊടുമുടിമേൽ കയറി നിന്നു സൗദാബി. എന്നിട്ട് ഈ അക്ഷരാരത്തിനെ നോക്കി പറഞ്ഞു, കണ്ടതാ കണ്ട, ഞങ്ങൾ റാങ്ക് വാങ്ങിയിരിക്കുന്നു. ഇയാൾ പറഞ്ഞു, കോപ്പി അടിച്ചിട്ടല്ലേ. നമ്മുടെ മക്കൾ അധ്വാനിച്ചു പഠിച്ചത് കോപ്പി അടിച്ചു പാസ്സായി എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ കുട്ടികൾ എവിടെ എത്തി? സ്ഥാപനങ്ങൾ വന്നപ്പോ 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരാൾ നാട്ടിലില്ല. പണ്ട് SSLC പാസ്സായ ഒരാളെ കാണൽ കൗതുകയായിരുന്നു. ഒരു നിശ്ചയ സദസ്സിൽ കണ്ടാൽ പഴയ SLC ആണ്, എന്തൊരു കൗതുകയായിരുന്നു. അയാൾ ബസ് കയറിയിട്ട് ഫറൂഖ് കോളേജിൽ പോകുമ്പോ ഉപരിപഠനാർത്ഥം ഫറൂഖിലേക്ക് ഒന്ന് ബാനർ പിടിച്ചിരുന്നത് അന്നത്തെ കാലം. ഇന്ന് SSLC തോൽക്കലാണ് ചെയ്യുക. ആരെങ്കിലും തോറ്റാൽ നമ്മളെ കുട്ടികളൊക്കെ ഒരു കല്യാണ സദസ്സിൽ വന്നാൽ ആ പെൺകുട്ടികളോടൊക്കെ ചോദിക്കുക, ഏതാ MCA MBA എല്ലാം BTech MTech ഏതാ പഠിക്കാത്തത്? പണ്ട് സൈക്കിളിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ മടിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ പെൺകുട്ടി ഇന്ന് വിമാനത്തിന്റെ മുന്നിലിരുന്ന് പൈലറ്റാകുന്ന കാഴ്ച. ഞാൻ ചോദിക്കട്ടെ, ബ്രിട്ടീഷുകാരനോട് പോടാ എന്ന് പറയാൻ ആലി മുസ്ലിയാർ ഉപയോഗിച്ച മണ്ണാണ് തിരൂരങ്ങാടി പള്ളിയുടെ മിഹ്റാബ്. ഇംഗ്ലീഷുകാരന്റെ ഭാഷ പോലും പഠിക്കേണ്ടതില്ല എന്ന് അന്ന് നമ്മൾ പറഞ്ഞു. എന്തിന്? ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമെന്ന് തെളിയിക്കാൻ. അല്ലാതെ ഖുർആനിലും ഹദീസിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടല്ല. ബ്രിട്ടീഷുകാരന്റെ എല്ലാം കിടക്കട്ടെ തീയിൽ എന്ന് ഗാന്ധിജി പറയുമ്പോ ആ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോരാ, അവന്റെ ഭാഷയും കിടക്കട്ടെ തീയിൽ. അങ്ങനെ ഒരു കാലത്ത് പഠിക്കാൻ കഴിയാതെ പോയി. ഇന്നോ ഇംഗ്ലീഷിന്റെ കുറവ് നമ്മൾ നന്നായി അനുഭവിച്ചു. ഗൾഫിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ കമ്പനിയിൽ ജോലി കിട്ടി പോന്ന മഴമുട്ടിയാക്കി പോക്കരാക്കി സാധുക്കള് നാട്ടിൽ വന്നിട്ടാണ് 200 പേജിന്റെ നോട്ട് ബുക്ക് ഏറ്റു സ്പോക്കൺ ഇംഗ്ലീഷിന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്താ കാരണം? ഒന്നുമില്ല. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് അഹമ്മദ് കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ 2 അക്ഷരം ഇംഗ്ലീഷ് അറിയണം. കോത് കിട്ടൂല, എന്റെ പേരക്കുട്ടിക്കെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയപ്പോ നമുക്ക് പഠിക്കാൻ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ അമ്മിഞ്ഞപ്പാലിന് വേണ്ടി നമ്മൾ കേണിരിക്കുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന പ്രിയപ്പെട്ട CH വിദ്യാഭ്യാസത്തിന്റെ അമ്മിഞ്ഞപ്പാലായ LP സ്കൂൾ നമുക്ക് ലഭ്യമാക്കി. റേഷൻ കാപ്പ് ചോദിച്ച് തിരുവനന്തപുരത്ത് വണ്ടി ഇറങ്ങിയ ആജ്യന്മാരോടൊക്കെ CH പറഞ്ഞു പോകാൻ. സ്കൂള് റേഷൻ കാപ്പല്ല, സ്കൂളാണ് വേണ്ടത്. സ്കൂൾ കൊണ്ടുവന്നു. ഏറ്റവും കൂടുതൽ LP സ്കൂളുകളുള്ള ജില്ല മലപ്പുറമാണ്, മലബാറാണ്. ആ കേടാണ് തീർന്നത്. പിന്നെ നമുക്ക് പണി വിദ്യാഭ്യാസത്തിന്റെ ഊണാകുന്ന ഹൈസ്കൂളായിരുന്നു. അമ്മിഞ്ഞപ്പാലിന്റെ കഷ്ടം കഴിഞ്ഞപ്പോ ആ ഹൈസ്കൂൾ ചാക്കീരി നമുക്ക് തിന്നു. പിന്നെ അമ്മിഞ്ഞപ്പാലും ഊണുമല്ല, വിദ്യാഭ്യാസത്തിന്റെ നെയ്ച്ചോറും ബിരിയാണിയുമാകുന്ന പോളിടെക്നിക്കുകളും എഞ്ചിനീയറിംഗ് കോളേജുകളുമായിരുന്നു ആവശ്യം. അത് നാലകത്ത് സൂഫിയും ET മുഹമ്മദ് ബഷീറും തന്നപ്പോ നാലകത്ത് സൂഫിക്ക് 4 ഭാഗത്തു നിന്നും എതിർപ്പായിരുന്നു. നമ്മൾ കൊടുത്തു, കിട്ടി, പഠിച്ചു. SSLC കഴിഞ്ഞപ്പോ ഇവർ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കാറില്ല എന്ന അഫിഡവിറ്റ് കൊടുത്തു. പഠിച്ച് റാങ്ക് വാങ്ങിയപ്പോ കോപ്പി അടിച്ചു പാസ്സായതെന്ന് പറഞ്ഞു. പിന്നെ എന്തോ ആയിരിക്കും ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ കൊടുന്ന് വരുമ്പോ തൃശ്ശൂരെത്തിയ കഴിഞ്ഞു. കണ്ടില്ല,
വളമ്പി ഇങ്ങനെ വരുമ്പോ തൃശ്ശൂർ വരെ ചോറ്, മലപ്പുറത്തെ ഒരു കച്ചാറ്, നേരെ കോഴിക്കോട്ടേക്ക് നടന്ന തൈര്, കാസർകോട്ടുകാരോടും കണ്ണൂക്കാരോടും പറയും അടുത്ത ട്രിപ്പിന് ഇരിക്കാതെ. പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ പറഞ്ഞു നമുക്ക് വിളമ്പലൊന്ന് മാറ്റണം പ്രാവശ്യം. ഉമ്മൻചാണ്ടിയുടെ തളിയവ് KM മാണിയുടെ കോരി എടുത്തിട്ട് കുഞ്ഞാപ്പ പറഞ്ഞു അവിടെ കൊടുക്ക്, ഇവിടെ കൊടുക്ക്, അവിടെ കൊടുക്ക്, ഇവിടെ കൊടുക്കെന്ന് പറഞ്ഞ് ഏറനാടിന്റെ പുലിക്കുട്ടി, മലബാറിന്റെ സിംഹക്കുട്ടി, കേരള രാഷ്ട്രീയത്തിന്റെ സെൻട്രൽ ഫോർവേഡ് പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ സ്ഥാപനാണ് കൊടുക്കാൻ തുടങ്ങിയപ്പോ കാസർഗോഡ് മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജ്, മലപ്പുറത്തും മെഡിക്കൽ കോളേജ് പറയല്ല കിട്ടി കൊടുത്തു. ആദ്യം ചേർന്ന കുട്ടിയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അശ്വതി. ഇപ്പൊ MBBS ഡോക്ടറാവാൻ ഇവിടെ പോയാൽ മതി. രാത്രികാല പോസ്റ്റ്മോർട്ടം, പകലിലെ പോസ്റ്റ്മോർട്ടത്തിന് ഒരു ചെറിയ തടസ്സം ഇന്നും ഇന്നലെയും പത്രത്തിൽ കണ്ടു. നോക്കിക്കോ, ഇന്നലെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. KSRTC-യിൽ മക്കൾക്ക് സൗജന്യമായി യാത്ര. ഇനി കുറെ കാലം കഴിഞ്ഞ് ഞങ്ങൾ പറയും നമ്മളെ കാലത്താണ് വന്നത്, നമ്മളൊന്നും തീരെ ഓർമ്മയില്ലാതിരിക്കല്ലേ. ചരിത്രത്തിലാദ്യമായി ഇല്ലേ KSRTC-യിൽ പൈസ കൊടുത്ത കുട്ടികളെ കയറ്റുമോ? പൈസ കൊടുത്ത കുട്ടികളെ കയറ്റില്ല, ഹാഫ് ചാർജ് അല്ല, CT അല്ല, സൗജന്യ യാത്ര. KSRTC പോണ പോക്ക് നമുക്കൊക്കെ അറിയാമല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്തുനിന്ന് കയറിയപ്പോ ഒരു പമ്പുറത്തത് മാത്രം മുന്നിലുണ്ട്, ഞാൻ പിന്നിലാണ്. ഡ്രൈവർക്ക് സ്പീഡിൽ വിടാൻ കണ്ടക്ടർ കിടന്ന് ഉറങ്ങുകയാണ്. മൂപ്പര് ഉറക്കും ഡ്രൈവറെ വിടലും 37 മുന്നിലും ഞാൻ പിന്നിലായപ്പോ ഏതോ മാപ്പണി കൊണ്ടെന്നോ കൂടി ഭാര്യ വീട്ടിക്ക് വിളിച്ചു പോയി. KSRTC എന്ത് ചെയ്യാനാണ്? പിന്നെ ഏറ്റെടുത്തോർക്കും ഒരു വർക്കത്തില്ലാതെ പോയി അത് പറഞ്ഞേ എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോ പത്രത്തിലൊരു വിഷയം വന്നു, അത് പറയാതിരിക്കാൻ വേണ്ടൊരു ദീർഘം വരുത്തുന്ന നല്ലൊരു സാധനം, വല്ലാത്തൊരു സംഭവമായി. ആ ഒരു വിഷയത്തിൽ കേരളത്തിൽ പുതുതായി വരികയാണ് സൗജന്യ യാത്രാ സമ്പ്രദായങ്ങൾ. തീരുമാനങ്ങൾ വരികയാണ്. എന്തെല്ലാം നല്ല തീരുമാനങ്ങൾ നമ്മൾ കേരളക്കരയിൽ കൊണ്ടുവന്നു. സ്ഥാപനം മെഡിക്കൽ കോളേജിൽ അവിടെ 6ാമത്തെ തവണയാണ് കേരളത്തിന്റെ നിയമസഭയിൽ രാത്രികാലത്തെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അടരാടുന്നത്. എന്നെ നെല്ലിക്കുന്നു കാസർകോട്ടെ MLA കോണി ചിഹ്നത്തിൽ ജയിച്ച അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ആ സംഭവം നടക്കാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി അതിന്റെ സാങ്കേതികത്വങ്ങൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. ഇത് ബർക്കത്തുള്ള മുഖ്യമന്ത്രിയാണ്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി തീരുമാനവുമായി മുന്നോട്ട് പോകാൻ 4 സ്റ്റേറ്റിലുണ്ട്. പക്ഷെ അപ്പോഴേക്ക് യൂണിയൻകാർ കൊടി പിടിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റു പല മെഡിക്കൽ കോളേജിലും രാത്രികാല പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തും. 4-5 സ്ഥലത്ത് ഇതുണ്ട്. രാത്രികാലത്ത് പോസ്റ്റ്മോർട്ടത്തിന് എന്താ ഇന്ന് എന്തിന്റെ സൗകര്യത്തിന്റെ കുറവാണ്. ഇന്ന് ലേറ്റ് സമ്പ്രദായങ്ങൾ. പണ്ട് പന്തുകളി എപ്പോഴായിരുന്നു, ഇപ്പൊ പന്തുകളി എപ്പോഴാണ് അല്ലേ? പണ്ട് പന്തുകളി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പന്തുകളി കാണാൻ പോയിരുന്ന സമയത്ത് കളി ഡ്രാവ് ആ മാരിബിന്റെ മൂട്ടിലല്ലേ പിന്നെ പെനാൽറ്റി അടിക്കല്. നമ്മൾ അവര് ജമാഅത്ത് പോയാലും മണ്ടത് ഫരീഖും ഫിൽ ജന്നാവ ഫരീഖും ഫിൽ സഈർ എന്ന് അറിയണം ചിലങ്ങനെ അങ്ങനെ കാത്തിക്കുന്ന സമയത്താണ് പോസ്റ്റിൽക്കാ പോയത് ബോള് അകത്തേക്കാ പുറത്തേക്കാന്ന് പിടുത്തല്ലാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ബോളടിക്കും. കുറെ ആൾക്കാരാണ്ട് ഒച്ച ഉണ്ടാക്കും. അങ്ങനെ തമ്മിലാണ്ട് അടി കൂടിയിട്ട് മരണ അടിയണ്ട് പൊട്ടിയിട്ട് ഇരുട്ടടി കണ്ട് പടത്തിയിട്ട് ആ സംഘടിപ്പിച്ച ക്ലബിന് തന്നെ ട്രോഫി കിട്ടി. എത്ര നമ്മളൊക്കെ പങ്കെടുത്തിട്ടില്ല അറിയാം. അങ്ങനെയുള്ള ഫുട്ബോൾ കളി നടത്തിയിരുന്നു. ഇന്ന് പയ്യനാട് സ്റ്റേഡിയത്തിൽ ഇല്ലേ നമ്മുടെ നാട്ടിൽ ലൈറ്റത്തെ കളി അത്താഴത്തിന്റെ നേരത്തില്ലേ പെനാൽറ്റി. ഒരു കുഴപ്പമില്ലല്ലോ, സൗകര്യം വരുത്തിയാൽ നടക്കും കാര്യങ്ങൾ. ആരാ പറഞ്ഞ് നടക്കൂല? സൗകര്യങ്ങൾ വരുത്തണം. കേരളം മാത്രം ഇങ്ങനെ കുത്തുപാലെടുത്താൽ മതിയോ? എന്ത് നല്ല തീരുമാനം വരുമ്പോൾ അതിനൊക്കെ ഉടക്കാണ്. സഭയില് പരിപാടി, ഇറങ്ങിപ്പോക്ക്, സ്തംഭനം, ഇങ്ങനെ 2 സോക്കണം. എന്തെങ്കിലും ഒരു ഹേതു വന്ന് കിട്ടും. ഇപ്പൊ വാഹനം പെരുകിയിട്ട് 2025 ആകുമ്പോഴേക്ക് കേരളം ഒരു പാർക്കിംഗ് ഏരിയ ആകുന്നതാണ്. വണ്ടി പോകൂലെങ്കിൽ ആ നിന്നോടത്ത് നിൽക്കും, അനങ്ങാൻ പറ്റില്ല. 4-4:30 മണിക്ക് സ്കൂൾ വിട്ട സമയത്ത് നമ്മുടെ ജംഗ്ഷനിലൊക്കെ സ്ഥിതി എന്താ? പഴയ റോഡാണോ? ഒന്നങ്ങോട്ട് കടക്കാൻ പ്രയാസം. വാഹനം
ഒരാൾക്ക് 3 വാഹനം ഉണ്ടെന്നാണ് തിരൂരിലെ RTO ഞങ്ങൾ പോളിടെക്നിക്കിൽ പഠിച്ച സുഹൃത്ത് എന്നോട് പറഞ്ഞു. ഒരാൾക്ക് 3 വാഹനം. ഞാൻ കൗതുകത്തോടു കൂടി ചോദിച്ചു അദ്ദേഹത്തിന്. ഒരു ബൈക്ക് ഉണ്ടാവും, ഭാര്യാസമേതം പോകാൻ ഒരു ചെറിയ കാറുണ്ടാവും, കുടുംബത്തെ മൊത്തത്തിൽ കൊണ്ടുപോകാൻ അത്യാവശ്യം ഭേദപ്പെട്ടൊരു വാഹനം സ്വപ്നം കാണല്ല, എങ്ങനെങ്കിലൊക്കെ ആയിട്ട് ആളെ കൈവശമുണ്ട്. പുതിയ വീടുകൾക്ക് കാർപോർട്ട്സ് ഇല്ലാത്ത വീടുണ്ടോ? കാർപോർട്ട് ഇല്ലാത്ത വീടിനെ ഉണ്ടാക്കില്ലേ? ചൗരിപ്പൊളിത്താലും പാടില്ല, കാർപോർട്ട് ഉണ്ട് അല്ലേ? സംഭവമാണ്. ഭാവിയിലെങ്കിലും ഇതോടെ ഒരു കാറ് വരും എന്നുള്ള തോന്നല് വാഹനാണ്ട് പെരുകി. പണ്ട് നമ്മളെ നാട്ടിലൊരു പ്രസവ നൊമ്പരുണ്ടായാൽ ഇന്ന് അങ്ങാടി പോയിട്ട് മറ്റവന്റെ കാറൊന്ന് ഏൽപ്പിച്ചിട്ടാളെന്ന് പറഞ്ഞു. ഇന്ന് അങ്ങനല്ല, വിളിപ്പുറത്ത് കിട്ടും. വാഹനം പെരുകിയപ്പോ റോഡ് മുറിച്ച് കിടക്കാൻ പ്രയാസമുണ്ട്, വസ്തുതല്ലേ? അതിനനുസരിച്ച് റോഡ് വീതി കൂട്ടിയിട്ടില്ല, സ്ഥലം കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു വീതി കൂടിയ റോഡ് CHന്റെ മോൻ മുനീർ കൊണ്ടുവരാൻ നോക്കിയപ്പോ ഇവര് പറഞ്ഞു, ഞങ്ങളെ പശുവിനെ ഞങ്ങൾ എവിടെ കെട്ടുകയാണ്. പശു ടാറ് തിന്നാണെങ്കിൽ തിരക്കടില്ല, പുല്ലല്ലേ തിന്നല്, ഒന്ന് സൈഡൊക്കെ കെട്ടിക്കൂടെ? ഇല്ല, പറ്റൂല. അറിയോ, ഇപ്പോ റോഡിന്റെ ഇപ്പുറത്ത് നിന്നൊന്ന് മുറിച്ചു കിടക്കാൻ നോക്കുമ്പോ എത്ര വണ്ടികൾ പോണമെന്നറിയോ? മഴയിൽ പോകാൻ കൊടുക്കുമ്പോ പള്ളി അവിടെ ഇറങ്ങി നമ്മൾ ഇപ്പുറത്ത് കടന്നു നോക്കുക. വണ്ടി പോയിട്ട് അങ്ങോട്ട് കടക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു റക്കായത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ റക്കായത്ത് കഴിഞ്ഞാണ്ട് കടക്കാൻ നോക്കുമ്പോഴും അത് ആ അവസാനത്തെ അത്തഹിയ്യാത്തിലല്ലേ പോയിരിക്കുന്നത്. NH 47 കടക്കുമ്പോഴത്തേനും ദറജ് 27 പോയതല്ലേ ഇമാമിന്റെ ഒപ്പമുള്ള നിസ്കാരം. അതൊക്കെ പരിഗണിച്ച് ഇവിടെ നല്ല സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന അത് പറ്റൂല. കരിപ്പൂർ എയർപോർട്ട് കൊണ്ടുവരുമ്പോ അച്യുതാനന്ദൻ പറഞ്ഞു, ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകൾ വരുന്നതാണ്. അവിടെ ആദ്യം CM ഇബ്രാഹിമാ വന്നിറങ്ങിയത്. എല്ലാറ്റിനും അടക്കാണ്. ഇപ്പൊ മദ്യം നിരോധിക്കുമെന്ന് പറഞ്ഞ ആളുകളെ പണി പോകും. നല്ല പണിയാണല്ലോ, കള്ളുടിച്ചിട്ട് അവനാന്റെ പെണ്ണുങ്ങളെ പേറിലാണ് നല്ല കോളേജിലൊക്കെ നടക്കുന്നത്. എന്നിട്ട് അവിടൊക്കെ ഇതേപോലെ ഉണ്ടാകും. എന്നും തല്ലാണ് ഒരു 37. ഒരു ദിവസം 37 അലി ആങ്ങളാരൊക്കെ പാടെ വന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഇനി കുടിക്കലും ശരിയാവില്ല. ഏതൊരു വിഷു കുടിച്ചില്ല. മൂപ്പരി തല്ലില്ലൊന്നുമില്ല, പാവം ഒരു നല്ല സൈലന്റ് ആയിട്ട് ഇങ്ങനെ നല്ല മനുഷ്യനായിട്ടിരിക്കും. 37 ആണെങ്കിൽ കിട്ടിയിട്ടേ ഉറങ്ങലുള്ളൂ. ഇത് അന്ന് അടിയില്ല, അന്ന് അടി കാണാനായപ്പോ 37 പറഞ്ഞു, ഇക്കുള്ളതായിട്ട് തന്നാൽ എന്നിട്ട് കണക്ക് ഉറങ്ങാൻ. സാധൂരത്ത് ഇങ്ങനെ കിട്ടി ശീലായപ്പോ അതൊരു കീഴ്വഴക്കായി മാറി. എന്തൊരു സംഭവം! പണ്ടത്തെ പോലെയല്ല, നാഷണൽ ഹൈവേകളിൽ ബാറുകൾ നിരോധിക്കാൻ ഒരു ഗവൺമെന്റ് തീരുമാനമെടുക്കുകയാണ്. സുധീരൻ ജനപക്ഷ യാത്ര നടത്തിയിട്ട് കേരള രാഷ്ട്രീയത്തിന്റെ മുടിചൂടാൻ വന്നതായി ഓരോ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതിൽ ഈ മദ്യം ഒരു വിഷയമായി വന്നു. പഴയ പോലെയല്ലോ, ഒരു ലജ്ജില്ലാതായിട്ടുണ്ട്. സത്യല്ലേ? പണ്ടൊക്കെ ബാറിൽ നിറങ്ങുമ്പോ ഒരു ഒളിമറിയൊക്കെ ഉണ്ടായിരുന്നു. ബാറിൽ നിറങ്ങുമ്പോ ഇന്നങ്ങനല്ലല്ലോ. അത് കുപ്പിയൊക്കെ ആരെയും തിരികിട്ടല്ലോ. കുപ്പിയൊക്കെ ഇങ്ങനെ ഗാന്ധി ഗ്രാമത്തിൽ നിന്ന് തേങ്കുപ്പിയൊക്കെ ഇറങ്ങിയെന്ന് തോന്നിപ്പോകും. നമ്മ അതിൽ വരുന്നത് വലിയ വിഷയല്ലേ? ഇതിന് പൂച്ചക്കാര് മണി കിട്ടും എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരു ഗവൺമെന്റ് വരുമ്പോ ആളുകളെ പണി പോകും. എല്ലാ ആളുകളെ പണി കമ്പ്യൂട്ടർ വന്നപ്പോ പറഞ്ഞല്ലോ, ആളുകളെ പണി പോകും. അന്നാണ് മഞ്ഞളാംകുഴി അലി വെറ്റിപ്പോരുന്നത്. മഞ്ഞളാംകുഴി അലി ആദ്യം തന്നെ പോരുന്നത് ഇപ്പോഴും കമ്പ്യൂട്ടറിനെ എതിർക്കാൻ കുറച്ചൊന്നും പോരാ മണ്ടത്തരം എന്നാണ് അദ്ദേഹം മാധ്യമ ദിനപത്രത്തിൽ പറഞ്ഞത്. ഇന്ന് AKG സെന്ററിൽ കമ്പ്യൂട്ടറായി, ലാപ്ടോപ്പും തിരയുമായി പിണറായിയെ പിടിച്ചു. സംവിധാനം വന്നാൽ അങ്ങനെ എന്തിനാ നിങ്ങൾ എതിർക്കാത്തത്? ട്രാക്ടർ വന്നപ്പോ പറഞ്ഞു കന്നുകൾക്ക് പൂട്ടും, 2 കന്നും ഒരു കന്നുമുട്ടുകാരനുണ്ട്. അങ്ങനെ 4 കന്ന് അങ്ങനെ വെച്ച് കിട്ടിയാൽ 4-5 ആൾക്ക് തൊഴിലുണ്ട്. ട്രാക്ടറിനെ എതിർത്തു. ഇപ്പോ CPIM-ന് ട്രാക്ടർ തൊഴിലാളി യൂണിയൻ CIT മാറി. നെല്ല് കുത്തുമ്പോ മില്ല് വന്നപ്പോ പറഞ്ഞു നല്ലതല്ല, ആളുകളെ പണി പോകും. റൈസ് മില്ല് വന്നാൽ ഒരലിന് പണി കുറയും, ഒലക്കും പണി കുറയും. ഒരലിന് 2 ഒലക്ക, 10 ഒരല് 20 ഒലക്ക. അങ്ങനെ 20 ആൾക്കുള്ള പണിയാണ് നഷ്ടപ്പെടുന്നത്. അത് KC അബൂബക്കർ മുലയിൽ പറഞ്ഞ് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. KC എന്ന് പറഞ്ഞു, നിങ്ങൾ വരല് കിട്ടി എടുക്കും വേണ്ട, ഓരോ പിടി കൊണ്ട് ഈ പെരയിലിരുന്ന് തൊലിച്ചാൽ മതി, ഒരുപാട് ആൾക്ക് പണി കിട്ടും എന്നാണ് KC അബൂബക്കർ മുലയിൽ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എന്തിനു നിങ്ങൾ എതിർക്കാത്തത്? എല്ലാം എതിർത്തു. ഈ മൊബൈൽ വന്നതിന് ശേഷം ആൾക്കാരെ പണി എത്ര പോയിട്ടുണ്ട്? പണ്ടൊക്കെ പെൺകെട്ടിരാണ്ടും കൊണ്ട് വിളിച്ചു ചോദിക്കായിരുന്നല്ലോ, അല്ലല്ലോ. നേരിട്ട് വന്ന് ബസ് ഇറങ്ങുമ്പോ ഒരു സൗകര്യം തന്നെ.
ഇപ്പൊ ഞങ്ങളൊക്കെ KMCC വിളിച്ചിട്ട് ഇപ്പൊ ഇന്നലെ രാഹുൽ കൈമയിൽ പ്രസംഗിക്കണം, മിനിഞ്ഞാന്ന് പറയാം രാവിലെ ഒന്ന് പുറപ്പെടാൻ പറ്റുമോ? നമ്മൾ ഈ പൊതുയോഗമൊക്കെ മുടങ്ങണ്ട. ഞാൻ ഷൗക്കത്തും ഇതിന്റെ സുഹൃത്തുക്കളെല്ലാം കൂടി കരുവാരക്കുണ്ടിലെ യോഗം ഇത് പറഞ്ഞാൽ ഞാൻ ഷൗക്കത്തിനോട് പറയും, ആ വിസ പോട്ടെ വരികയാണ് ഇവിടെ ഏറ്റ പരിപാടികൾക്ക് വേണ്ടി. എന്താ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോ വിസ ഇല്ല, ടിക്കറ്റ് ഇല്ല. നേരെ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ രണ്ട് സാധനം കൊണ്ട് വരിക, പേരെന്ന് ഇറങ്ങുമ്പോതില്ല. ഒരു ഫോട്ടോ വിസ അടിക്കാൻ വേണ്ടിയിട്ട് അബുദാബിക്ക് സൗദിക്കൊക്കെ എത്തിച്ചിരുന്നത് എങ്ങനെ? എന്റെ റൂമിൽ പണിയെടുക്കണ ഒരുത്തൻ വരുന്നുണ്ട്, ഓലെടുത്ത് കൊടുക്കണോ, എന്റെ കോല എന്നതാണ് ഒന്നും കുറച്ച് മുമ്പൊക്കെ ചിന്തിച്ചു നോക്ക്. എന്നിട്ട് വന്നിട്ട് ഇവൻ ബസ് ഇറങ്ങിയിട്ട് മറ്റേ ബീരാൻകുട്ടിയുടെ പെരേതാന്ന് ചോദിക്കുക, എന്നിട്ട് അടായിക്കൂടെ നടന്നു തരിക, എന്നിട്ട് അവിടെ വന്നിട്ട് ഉറപ്പ് വരുത്തുക, എന്നിട്ട് ഓന് ഈ ഫോട്ടോ കൊടുക്കുക. ഈ ഫോട്ടോ ഇട്ട് ഓന് പോണ സമയത്ത് പോയിട്ട് അവിടെ കിട്ടിയതിന്റെ ശേഷം ആ റൂമൊന്ന് വേറെ റൂമൊക്കെ കൊണ്ടേ കൊടുത്ത് എത്ര ആയിട്ടൊക്കെ സംഭവം നടന്നോ. ഇമെയിൽ ID സംഭവം അവിടെ വെച്ച് ഇത് കണ്ട് അടച്ച് ഇവിടെ ഉണ്ട് അമർത്തിയ കിട്ടിക്കുന്നു കേട്ടോ. അറിയാം, സൗകര്യം തന്നെ. പണ്ട് ഹജ്ജിന് പോയിരുന്ന വല്യമ്മ, ഭാഷ പോലും അറിയാത്ത വല്യമ്മ, സിബായിയെ കൊണ്ട് കത്ത് പൊട്ടിച്ചു വായിച്ചിരുന്ന വല്യമ്മ, ബോംബെയിൽ എത്ര നിന്നിട്ടായിരുന്നു അവിടെ പോയിട്ട് പാവം കഷ്ടപ്പെട്ട് എത്ര കഴിഞ്ഞ് എത്തിയോന്നും കൊടുത്തില്ല. ബന്ധം അല്ലേ? ഇന്ന് കരിപ്പൂരിന്ന് യാത്ര അയച്ചിട്ട് നമ്മൾ കരുവാരക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോ ഇതിന് അവിടുന്ന് വല്യമ്മ വിളിച്ചാണ് ജിദ്ദേന്ന്, ഞാൻ അവിടെ എത്തി, ചെക്കന്മാരെ അവിടെ എത്തിയോന്ന്. നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് കയറിയപ്പോ ഇതിന് വല്യമ്മ അവിടെ എത്തിയെന്ന്. സൗകര്യമില്ലേ? ആ വിമാനം അങ്ങനെ വന്നു. അപ്പൊ കരിപ്പൂർ എയർപോർട്ട് പോയിട്ട് വാളുണ്ടാക്കി. ഒറ്റ വീട് ഒഴിവാക്കാൻ പറ്റൂല. വീട് ഒഴിവാക്കാതെ എങ്ങനെ അവിടെ വിമാനത്താവളം ഉണ്ടാക്കുന്നത്? മൂലോടും വന്ന് ഇറങ്ങാൻ പറ്റൂലല്ലോ. എന്ത് സംഭവം കൊണ്ട് ഞാൻ പറയാൻ, ഈ അച്യുതാനന്ദനൊക്കെ കഥയും ബുദ്ധിയും വെക്കടേന് മുമ്പ് ആ ബ്രിട്ടീഷുകാർ റെയിലിന്റെ പണി വെച്ച് പോയതെന്നെ. അല്ലെങ്കിൽ കേരളത്തിൽ എന്താ സ്ഥിതി? എല്ലാറ്റിനെയും എതിർക്കുക, എല്ലാ സംവിധാനങ്ങളെയും എതിർക്കുക. നിങ്ങള് വല്ലയിടത്തും എന്തെങ്കിലും ചെയ്യും എന്ന് വല്ല തോന്നലുണ്ടെങ്കിൽ അത് ബംഗാളിലല്ലേ കിട്ടേണ്ടിയിരുന്നു? ബംഗാളിൽ എന്താ സ്ഥിതി? ടാറിട്ട റോഡ് തീരുന്നിടത്തിരുന്നു നാട് തുടങ്ങുകയാണ്, കരണ്ടുകാരില്ലാത്തോടത്ത് നിന്ന് തുടങ്ങുകയാണ്. എന്നോ ബംഗാളി കൊണ്ടുവന്നു. ബംഗാളില്ലാത്ത നാടുണ്ടോ? ഫാസ്റ്റ് ഫുഡ് കടയിൽ ബംഗാളി, ഷവർമ കുബൂസിന്റെ അടുത്ത് ബംഗാളി, വെജിറ്റേറിയൻ ഷോപ്പിൽ ബംഗാളി, ഇമാമത്തിന് ബംഗാളി. അറിയോ? ഇമാമത്തിന് ബംഗാളി. ബംഗാളില്ലാത്ത പ്രദേശം ബംഗാളി ഇവിടെ കല്യാണ അന്വേഷണം വരെ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ബംഗാളി എന്ത് ഹാപ്പി ആയിട്ട് നടക്കുന്നത്? ബംഗാളിയുടെ നിറഞ്ഞിക്കാണ്. അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലാണ്. ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ കുമിഞ്ഞുകൂടിയൊരു ഘട്ടമുണ്ടായിട്ടില്ല. ഉള്ള റൂമിൽ മുഴുവൻ അവരാണ്. ഇത്രയധികം ബംഗാളി, മറ്റു സ്റ്റേറ്റുകാര്, ആസാമി, ഗുജറാത്തി, മഹാരാഷ്ട്രക്കാരൻ, തമിഴൻ. ഇപ്പോ ഒരു ടൗണില് വണ്ടൂർ അങ്ങാടിയിൽ അല്ലെങ്കിൽ പാണ്ടിക്കാട് അവിടെയൊക്കെ ചെന്ന് ഇറങ്ങിയാൽ മുല്ലപ്പൂവും കുറെ തമിഴരും. സേലത്താണോ ബസ്സിറങ്ങിക്കണം തോന്നിപ്പോകും. നമ്മളിപ്പോ ഒരു പ്രദേശത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോവുക? ഇങ്ങനെ കരുവാരക്കുണ്ടെന്ന് ഇങ്ങനെ തരിശ് ഭാഗത്ത് ഇങ്ങനെ പോവുക എന്ന് ചോദിച്ചാൽ മുജയ് മാലിനേ അനിഞ്ഞ ഇന്ത്യക്കാര് സുബൈക്കൊക്കെ ഒരു മലയാളിനെ കണ്ടിട്ട് എന്ത് സ്വീപ്പെന്ന് പറയും നമ്മളെ നാട്ടിൽ. ഇത്രയധികം ബംഗാളിയൊക്കെ നിറഞ്ഞ KT ജലീലും അംസാഖൊക്കെ നടന്നു പറഞ്ഞെന്ന് കേരളം ഞങ്ങൾ ബംഗാളാക്കുന്നു. അത് ഈ ക്വാളിറ്റിയിലാവുന്നു ഞാൻ ഉറങ്ങുമ്പോൾ കരുതിയിട്ടില്ല. ഇങ്ങനെ ബംഗാളി നിറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ബംഗാളി എല്ലായിടും അധികം താമസിക്കാതെ നമ്മളെ നാട്ടിൽ പോലും ഇതാക്കാത്ത വേണ്ടി വരുമോ സംശയിക്കുകയാണ്. അവനക്ക് തൊഴിലില്ലാതെ വരികയാണ്. ഇപ്പൊ ഇനി തൊഴിലില്ലാതെ പറഞ്ഞിട്ട് ജാഥ നടത്താൻ പറ്റില്ല. നിങ്ങൾ ആഫീസ് കൂട്ടി മറ്റേ അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത ഭരണമേ ഇപ്പൊ പണിയുണ്ട്. ഇപ്പൊ ലീവാണില്ല. ഒരാളെ പണിക്ക് വിളിച്ചോക്കാണ്. ഞാൻ ഇന്നലെ എന്റെ നാട്ടിൽ നിന്ന് അണ്ണനോട് പറഞ്ഞു, വെള്ളിയാഴ്ച ഒന്ന് വരുമെന്ന് ചോദിച്ചു. ഓമ്പ ഡയറി വെക്കണം എന്നാ പറഞ്ഞത്. എന്ത് സംഭവം? നമ്മളൊക്കെ ഡിമാൻഡ് വലിയ സംഭവമല്ലേ? ഓനെടുത്ത് 2 മൊബൈൽ യൂസ്ഫലിക്ക് ഒന്നുള്ളൂ എന്നാ തോന്നുന്നത്. ഇവന് 2 മൊബൈൽ നല്ല സന്തോഷത്തിലാ സാധിക്കും. ഈ നമ്മൾ അബുദാബി ദുബായിലേക്ക് പോകുന്നത് പോലെയാണ് നമ്മളിവിടെ. കുറച്ച് സന്തോഷം കണ്ടുവരുമോ? നല്ല തൊഴിലുണ്ട്, ജോലിയുണ്ട്. ATM കൗണ്ടറിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ബംഗാളിയെ കാണും. അത്ഭുതപ്പെട്ടു പോകും. ബംഗാളി ഇല്ലാത്ത പ്രദേശങ്ങളില്ല. എല്ലാറ്റിലുണ്ട്. അവരെല്ലാ കാര്യത്തിലും. ഇപ്പൊ സുന്നി സമ്മേളനത്തിലൊരു സെഷൻ അതായിരുന്നു. കാസർഗോഡ് നടന്ന SYS സമ്മേളനത്തിലൊരു സെഷൻ അന്യസംസ്ഥാന തൊഴിലാളി സംഘം. ഇപ്പോ മുജാഹിദ് സമ്മേളനം എടരിക്കോട് നടന്നു. അതിലും ഒരു സെഷൻ
അന്യസംസ്ഥാന തൊഴിലാളി സംഘവും. ഞാൻ വിചാരിച്ചു ഈ മുജാഹിദ് സുന്നി സമ്മേളനത്തിൽ എന്തിനാ ഈ അന്യസംസ്ഥാന തൊഴിലാളി? അപ്പൊ നോക്കുമ്പോ അതൊക്കെ മുസ്ലിം ചെറുപ്പക്കാരാണ്. നിങ്ങൾ ഇവരെ പേരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കും. അത്ഭുതപ്പെട്ടു. ചങ്ങരംകുളത്ത് സുഹറാം അമ്പാടിന്റെ നാട്ടിൽ ഞാൻ നടന്ന ബംഗാളികളെ ചിത്രം കൊടുത്തിരുന്നു. അവരെ പേര് വരമ്പത്തിരിക്കുന്നവരെ പേര് ഇങ്ങനെ എഴുതുകയാണ്. മാതൃഭൂമി, ഷെയ്ഖുൽ ഇസ്ലാം, ഖമറുൽ ഇസ്ലാം, ഖുതുബുൽ ഖത്താബ്. എവിടെ ഇരിക്കുന്ന? വരമ്പത്താണ്. ഷെയ്ഖുൽ ഇസ്ലാം. ആ പേരുള്ളവരൊക്കെ നമ്മളെ നാട്ടിൽ മെഹ്റാബിലല്ല ഇരിക്കുന്നത്, വരമ്പത്താണ് ഇരിക്കുന്നത്. എന്താ സംഭവം എന്താ അറിയാം? ബംഗാളിൽ നിന്ന് പോകുന്നവരാണ്. പേര് നീണ്ട പേരാണ്. ഞാനൊരു ദിവസം നിസ്കാരം കഴിഞ്ഞ അസർക്ക് ഉസ്താദ് ഫാത്തിഹ ഓതി കൊടുക്കേണ്ട ഒരു 45 വയസ്സായ ചങ്ങായി. ഓന് മദ്രസ കിട്ടിയിട്ടില്ല. ബംഗാളിയാണ്. ഫാത്തിഹ പഠിപ്പിക്കുക ഉസ്താദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി. ഞാൻ വിചാരിച്ചെന്താ ഈ മഗ്‌രിബിന്റെ മൂട്ടിൽ പോയി നിക്കാഹ് നടത്തണം. എന്താ സംഭവം എന്താ അറിയാം? അവനക്ക് ഫാത്തിഹ പഠിപ്പിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അവനെ ദീൻ വിശ്വസിച്ച ആളാണോ? അല്ല, ബംഗാളിയാണ്. അപ്പൊ മദ്രസ ഒന്നും ഇല്ല അവിടെ. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാണ്. വഹാ മദ്രസ മദ്രസ ക്യാ ഹേ? വല്ല ബേക്കറി സാധന മദ്രസ മാറ്റിച്ചേരാ. കേരളത്തിൽ മദ്രസ ഉണ്ട്. അലിഫ് എന്നെഴുതി റ എന്നെഴുതി അറ എന്ന് വായിച്ച് അറഅയ്തല്ലദീ ഓതിപ്പടിച്ച് സ്ഥാപനങ്ങൾ. എങ്ങനെ? എന്റെ ബാഫക്കിത്തങ്ങൾ, പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഓരോ സംഘടനയുടെയും പ്രതിനിധികൾ പാതിരാ വയലുകളിൽ കോടിമുട്ട ഇങ്ങനെ പിടിച്ചിട്ട് 30 രൂപ 1 വട്ടം 2 വട്ടം 3 വട്ടം എന്നൊക്കെ ലേലുറപ്പിച്ച് വല്യമ്മാന്റെ കോന്തല ഖജനാവായി സ്വീകരിച്ച്, അറിയോ, ചുറ്റുമുടിയൻ എന്ന് പറയുന്ന ഉസ്താദ് ഉണ്ടായിരുന്നു, ആദർശേരി മുഹമ്മദ് മുസ്ലിയാർ. അറിയോ? ഇവരൊക്കെ ത്യാഗം ചെയ്ത് അങ്ങനെ ഒരുപാട് ആളുകൾ. മഹാനായ ബാപ്പയ്ക്ക് തങ്ങൾ തന്റെ തലയിൽ തൊപ്പി നീട്ടിക്കാട്ടി കരുണാകരനോട് പറഞ്ഞത്രേ, കരുണയുള്ള കരുണാകരന്റെ കരുണ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സ്ഥാപനം. ഒരു പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു അമുസ്ലിം സഹോദരൻ 100 രൂപ സംഭാവന, 10 രൂപ സംഭാവന. നമ്മൾ എത്ര വായിച്ചു? എല്ലാവരെ കൊണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടായി. ഇവിടെ ദീന് പഠിച്ചപ്പോ എന്തായി? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പഠിക്കാനുള്ള അഖലാഖ് കയ്യിൽ കിട്ടി. നാടിൽ സൗഹൃദം ഉണ്ടായി. ജാനകിയുടെ കയ്യിൽ ജമീല താക്കോല് കൊടുത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. അബൂബക്കറിന്റെ കയ്യിൽ അറുമുഖൻ പാസ്പോർട്ട് കൊടുത്തിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. വിശ്വാസം, പരസ്പര വിശ്വാസം, അയൽവാസി, മനുഷ്യ സ്നേഹം. മതം പഠിച്ചിട്ടാണ്. മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ മതവും പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ വയറിന്റെ പ്രശ്നത്തിന് പരിഹാരവും കണ്ടു. എല്ലാവരും തൊഴിൽ നേടിപ്പോയി. നല്ല നല്ല മേഖല നോക്കി. അറബ് നാട്ടിലൊക്കെ പോയി. നാട് അങ്ങനല്ലേ? ഈ മംഗല്യമേളയും ഈ അയ്യപ്പൻ വിളക്കും ഈ നബിദിനും ഈ കുത്താറാത്തി ഈ പരിപാടി മുഴുവൻ നടക്കുന്നത് ആദിക്കൾ കഴിഞ്ഞിട്ടല്ലേ? അച്യുതാനന്ദൻ പറയാ, അറബികൾക്ക് ഈ നാടിന്റെ മണ്ണും കൊടുക്കില്ല, വെള്ളവും കൊടുക്കില്ല. പണത്തെ എനിക്കറിയോ? അവിടെ പോയി നോക്ക്. ഗൾഫിലെ സഹോദരന്മാർ അവരുണ്ടായത് കൊണ്ടാണ്. അവരാണ് ഈ ബൈത്തുർ റഹ്മനൊക്കെ പിന്നിലറിയോ? ബൈത്തുർ റഹ്മക്ക് പിരിക്കാൻ പോണവനക്ക് വീടില്ല എന്നാരെങ്കിലും അറിയോ? ബൈത്തുർ റഹ്മക്ക് വേണ്ടി സ്വാഗതം പറയുന്നവന് വീടില്ല. ബൈത്തുർ റഹ്മാനെ മുഖ്യപ്രഭാഷണം നടത്തുന്നവന് വീടില്ല. ബൈത്തുർ റഹ്മക്ക് പിരിക്കാൻ നടക്കുന്നവന് വീടില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ KMCC-ക്കാരും ഗൾഫുകാരും അല്ലേ? ആരാന്റെ മക്കൾക്ക് കാശ് അയച്ചു കൊടുക്കുമ്പോ സ്വന്തം മക്കൾക്ക് വക്കാലത്ത് അയച്ചു കൊടുക്കുന്നവരാണ് അവർ. ആർക്കറിയാം? സ്വന്തം ബാപ്പാന്റെ ജനാസക്ക് മുമ്പിൽ ഇമാമായി നിൽക്കാൻ കഴിയാത്തവരാണവർ. ആരാന്റെ മയ്യത്ത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ പൈസ പിരിക്കുന്നവരാണവർ. കെട്ടിപ്പിടിക്കാൻ ഒരു റൂമ് പോലും, ഒരു തൂണ് പോലും ഇല്ലാത്ത റൂമിൽ കമിഴ്ന്നു കിടന്ന് കരയുന്ന പാവം പ്രവാസി. അവനാ ഈ ബൈത്തുർ റഹ്മയുടെ പിന്നിൽ. അതല്ലേ മലപ്പുറം ജില്ലാ കളക്ടർ വരെ ലീഗിനോടാ ചോദിച്ചത്, ഒരു പെര തരുമോ അല്ലേ? നിലമ്പൂരിലെ എടക്കരയിലെ നഫീസാക്ക്, പോത്തുകല്ലിലെ അല്ലേ വീട് ചോദിക്കാം. കലക്ടർ സ്വാദിക്കലി തങ്ങളോട് ഇരിങ്ങാവൂരിലെ സരോജിനിയുടെ വീട് കൊടുക്കുന്ന ചടങ്ങിൽ മോഹൻദാസ് ആ ചടങ്ങിൽ പങ്കെടുത്തു. അറിയോ? നാട്ടുകാരൊക്കെ അപേക്ഷ കൊടുക്കുന്നത് കലക്ടർക്ക്. കലക്ടർ ആ അപേക്ഷയുടെ പെട്ടുമായി പണക്കാട്ടേക്ക്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ സാധിക്കും? വെറുതെ പാട്ടുപാടി നേരം കളയല്ല. പാമ്പുകൾക്ക് വളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തലയായിക്കാൻ മണ്ണിലിടമിൽ. ആര് പറഞ്ഞു മണ്ണിലിടമില്ല? മണ്ണിലിടമുണ്ടാക്കി കൊടുക്കുന്നു ഞങ്ങൾ.
51 വീടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. 788ാമത്തതിൽ ഈ വീതം പങ്കെടുത്തു. ഞാൻ പങ്കെടുക്കാത്തത് ധാരാളമാണ്. 51 ബൈത്തുർ റഹ്മ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ചന്ദ്രശേഖരന് 51 വെട്ടാ പ്രഖ്യാപിക്കുന്നു. വ്യത്യാസമാണ്. പറവകൾക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞു MSFകാരോട്. പറവകൾക്ക് വെള്ളം കൊടുത്തു MSF. ഒരു ചട്ടി കെട്ടിത്തൂക്കി കൊമ്പത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പറവകൾക്ക് വെള്ളം കൊടുത്തു. വയനാട് ചുരം കയറി പോകുമ്പോ അടിവാരത്തെത്തിയാൽ കടലമിഠായി വാങ്ങുമ്പോ ഒന്ന് തങ്ങൾ ഇതാർക്ക് വേണ്ടിയാണ് എന്ന് ധരിച്ച ഡ്രൈവറുടെ മുമ്പാകെ അമ്പരപ്പോടെ കടലമിഠായി കടലയും ഒക്കെ വാനരന്മാർക്ക് എറിഞ്ഞു കൊടുക്കുന്ന എന്റെ പൊന്നു ശിഹാബ് തങ്ങൾ മിണ്ടാപ്രാണികളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു ഈ അനുയായികളെ. ചട്ടി കെട്ടിത്തൂക്കി ഞങ്ങൾ വെള്ളം കൊടുത്തു മിണ്ടാപ്രാണികൾക്ക്. പക്ഷിക്ക് വെള്ളം കൊടുത്തു MSF. എന്നാൽ ഞങ്ങളെ MSFന്റെ തളിപ്പറമ്പ് മണ്ഡലം ഖജാൻജി പ്രിയപ്പെട്ട ഷുക്കൂറിനും മരിക്കാൻ നേരത്ത് വെള്ളം കിട്ടിയില്ല. ഞാൻ ഷുക്കൂറിന്റെ വീട്ടിൽ പോയിരുന്നു. പ്രിയപ്പെട്ട ഷുക്കൂറിന്റെ മാതാവ് ആ പറയുന്ന അവസ്ഥ കേട്ടാൽ മതി, ബാക്കി ചോദിക്കാൻ തോന്നില്ല. കണ്ണിൽ ചോരയില്ലാത്ത പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നല്ലാതെ നിങ്ങളെ പറ്റി എന്ത് പറയാനാണ്? ആദ്യത്തെ ബൈത്തുർ റഹ്മ കിട്ടുന്നത് മണ്ഡകപ്പറമ്പിൽ മാധവനാണൂരിൽ. പെരിന്തൽമണ്ണയിലെ സദാനന്ദൻ DYFIയിൽ മെമ്പർഷിപ്പ് ഉള്ളയാളാണ്. ഫാമിലി നമ്മൾ കൊടുക്കുക. 100 ആളെ ഹൃദയരോഗം സൗജന്യമായി സർജറി ചെയ്യുക. ആദ്യത്തെ മാർക്ക് മിസ്റ്റർ ചന്ദ്രൻ, കോഴിക്കോട് ലീഗ് ഓഫീസിലെ പട്ടികയിൽ കാണാം മിസ്റ്റർ ചന്ദ്രൻ. CITU ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാവാ മട്ടന്നൂരിൽ. പാർട്ടി നോക്കിയില്ല, CH സെന്ററിൽ നോക്കി. എല്ലാവർക്കും കൊടുക്കും. പാവങ്ങളായി ലോക്കൽ കമ്മിറ്റിയുടെ കത്ത് ഒന്നും വേണ്ട, പാവങ്ങളെ സ്നേഹിക്കാൻ. കണ്ടോ ഇത്ര CH സെന്റർ അല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒരു CH സെന്റർ തുടങ്ങിക്കൂടെ? അതിലുള്ളൊരു CH കണാരൻ അല്ലേ? ഒരു CH സെന്റർ ആ സാധുക്കൾക്ക് തുടങ്ങില്ലല്ലോ. ആ വഴിക്ക് പോയില്ല, പാട്ട് പാടിയിട്ട് നേരം കഴിഞ്ഞു. വെറുതെ ഇതൊക്കെ പാട്ടാണ്, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. എല്ലാവർക്കും തിമിരം മങ്ങിയ ആർക്ക്? ഞങ്ങൾക്കൊന്നും തിമിരല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. എല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുത്തു. മങ്ങിയ കാഴ്ച ഒന്നല്ല, വല്ല പൂരൊക്കെ പോയി കാണും, നല്ല നല്ല കാഴ്ച കാണാൻ. വെറുതെ എങ്ങനെ? വേറൊരു പാട്ട്, നയാ പൈസയില്ല കയ്യിലൊരു പാസ്പോർട്ട് എടുത്തൂടെ അല്ലേ? എന്തെല്ലാം നിങ്ങൾ ആ പഴയ മുദ്രാവാക്യൊക്കെ പോയി അംസാക്ക ആ പഴയ പാട്ടൊക്കെ മാറ്റി നിങ്ങൾ പട്ടുറുമാലല്ലേ നല്ല നല്ല പാട്ട് നിങ്ങൾക്കറിയാം, ഒന്ന് പാടിക്കൊടുത്തൂടെ? വിചാരിച്ച പോലല്ല. നിങ്ങളെല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് പാർട്ടിയിൽ 3 ലക്ഷം യുവാക്കൾ കുറഞ്ഞു എന്നാ ശ്രീരാമകൃഷ്ണൻ ബാംഗ്ലൂരിൽ കൊടുത്ത കണക്ക്. പിണറായിയുടെ വാർഡിൽ 7 സ്ഥിരാംഗങ്ങൾ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. ഇമാമാണ് പിണറായി. സ്ഥിരാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്നിലെ സൊഫിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവര് മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല കണ്ണൂരില്. പാർട്ടിയിൽ ധാരാളം ആളുകൾ കുറയാണ്, എല്ലാം കുറഞ്ഞപ്പോ അതാ കണ്ണൂരിലും വെച്ചു ഒരു അന്യസംസ്ഥാന തൊഴിലാളി സംഘം മാർക്സിസ്റ്റ് പാർട്ടി. ഇപ്പൊ സുന്നി മുജാഹിദൊക്കെ വെച്ച പോലെ പാർട്ടിക്ക് മലയാളി വന്നു. ഇങ്ങനെ അതിനെല്ലാവരും കൊണ്ട് പോരുകയല്ലോ. മഞ്ഞളാംകുഴി അലി വന്നു, അബ്ദുള്ള കുട്ടി വന്നു, ശെൽവരാജ് വന്നു അല്ലേ, അഡ്വക്കേറ്റ് റഹ്മത്തുള്ള അടുത്ത വർഷം എല്ലാം വന്നു. ഇങ്ങനെ വരികയെന്നുണ്ടപ്പോ അതിൽക്ക് ആ ആണ്ട് കയറാൻ വേണ്ടിയിട്ട് സഖാവ് പിണറായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാതിൽ തുറന്നിട്ടിട്ട് പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ പ്രേമചന്ദ്രൻ അതിന്റെ ഉള്ളിൽ നിങ്ങണ്ടിയായി. പഴയ മന്ത്രി തുറന്നിട്ട ഗ്യാപ്പിലും അപ്പൊ പിണറായി അറിഞ്ഞാണ്ട് അടച്ചാളിയാണ്. കാരണം എന്താ പറയുക, ഇനി അടക്കൂല, ആരും അങ്ങോട്ട് കയറുന്നില്ല. ആകെ ആ പാർട്ടിക്ക് അങ്ങോട്ട് പോയത് ഒരാളാണ് നമ്മളെ കെട്ടിച്ചേരി. ആ സാധു പിന്നെ പാത്തുപൂനെ കൊണ്ട് അറബിനെ കൊണ്ട് കെട്ടിച്ച ഭാര്യയാണ്. നാട്ടിലെ പാത്തുപൂനെ അറബിയെ കൊണ്ട് കല്യാണം കാര്യം നടത്തുമ്പോ ആൾക്കാരൊക്കെ പറഞ്ഞു, മോളെ സ്വിപ്പ് ഔട്ടാ, അറബിയനിട്ടാ, എനിക്ക് ഭാഷ അറിയില്ല, അവിടെ പോയ ആകതാവും, തല പോയ തെങ്ങുമുകേരിയാൽ ഇയാളാണ്ട് പൂച്ചമ കയറ്റി. രണ്ടും കൽപ്പിച്ച് ബന്ധം സംഭവിച്ചു. പോയി സാധു അവിടെ പോയി ഒരു കൊല്ലം നിന്നിട്ട് കരിപ്പൂര് വന്നിറങ്ങി. നാത്തുമാരെ ഇളച്ചോളൊക്കെ പാടെ കൂട്ടിയിട്ട് ഓളെ പെട്ടിപ്പേരൊക്കെ എടുത്ത് ജീപ്പിന്റെ മേലിട്ടിട്ട് അതിന്റെ ഉള്ളിൽ കയറി കുത്തിമണത്ത് 137 ഇങ്ങനെ വരികയാണ്. അപ്പോ മുമ്പതിര് പറഞ്ഞൊരു വർത്താനുണ്ട്, എന്തായിരുന്നു പെടുന്നാണ്ട് പോകുമ്പോഴുള്ള ചിർമത്ത് വെച്ചാൽ ഓരോ പ്രഭാണിച്ചുള്ളറിയാം പോണ്ടാജി കുടുങ്ങും. അത് ഈ വിചാരിക്കണമായിരുന്നല്ല, വർത്താനത്തിനൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ചെറിയും കളിയൊക്കെ ഭർത്തായി തന്നെയാണ്. അവിടെ പോയിട്ട് പാവം എന്ന പോലെ
KT അവിടെ പോയിട്ട് വന്നിട്ട് പറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകും മുസ്ലിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പണ്ടും പറയുന്നുണ്ടാ അവരെ മറവ് ചെയ്ത് കൊടുത്ത് നമ്മൾ മറവ് ചെയ്യരുത്, അവരെ ഭക്ഷണം കഴിക്കുക എന്തെല്ലാം ഞങ്ങളൊക്കെ പറഞ്ഞതിന്റെ അങ്ങേപ്പുറം പറഞ്ഞ ആളാ. പിന്നെ സാധു അവിടെ പോയി പിണറായിയുടെ സ്വന്തം ആളായി പാർട്ടിക്ക് ഇങ്ങനെ നിന്ന് വിമാനത്തിലാകട്ട് പോയത് കുറ്റിപ്പുറക്കും. ഇപ്പൊ ഗ്യാസും കുറ്റിമ്പലാണ്. എന്തൊരു സ്ഥിതിയാണ് ആ പാർട്ടിയിലേക്ക് ആളുകൾ അങ്ങോട്ട് പോയത്. അപ്പൊ പാർട്ടിയിൽ ആള് കുറച്ചെന്ന് കണ്ടപ്പോ ഇപ്പൊ മാറ്റിട്ട് പാർട്ടി അന്യസംസ്ഥാന തൊഴിലാളി സംഗമം, സുന്നി മുജാഹിദ് വെക്കുന്നുണ്ട് പേരും വെച്ച് അന്യസംസ്ഥാന തൊഴിലാളി സംഗമം. അങ്ങനെ ഗുജറാത്തിക്ക്, ബംഗാളിക്ക്, ഉത്തരേന്ത്യക്കാരന്, മഹാരാഷ്ട്രക്കാരന്, ആസാമിക്കൊക്കെ എല്ലാ റൂമിലും നടന്ന് നോട്ടീസ് കൊടുത്തു. കൺവെൻഷന്റെ വരണം, 10 കിത്ത പെൻഷനൊക്കെ കിട്ടുന്നാൽ. ഈ സാധുക്കൾ അല്ലെങ്കിൽ തന്നെ ഒരു കൂട്ടിയിട്ട് ഇപ്പൊ നല്ല സുഖമായിട്ട് ഇവിടെ കഴിയാണ്, നല്ല ഹാപ്പിയുള്ള. എന്ത് സന്തോഷത്തിലാ ബംഗാളി ഇവിടെ കഴിയണമെന്നറിയാം. ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിയാണെന്ന് മാത്രമല്ല, എണ്ണയച്ച് കുളിച്ച് ഞായറാഴ്ചയൊക്കെ മുടിയൊക്കെ വാർന്നിട്ട് നല്ല ഇയർഫോണൊക്കെ ഇങ്ങനെ ഇന്ത്യ പാട്ടൊക്കെ ഇങ്ങനെ ഇയർഫോൺ വെച്ചിട്ട് ഇങ്ങനെ AR ബേക്കറിയുടെ മുമ്പിൽ കൂടി ഒക്കെ ഇങ്ങനെ ദേരാ ദുബായിൽ നടക്കണ മാതിരിയല്ല ബംഗാളി നടക്കാറ്. എന്റെ നാട്ടിലൊരു ബംഗാളി മൊബൈൽ ടവറിന്റെ മുന്നിൽ നിർത്തിട്ടാ മറ്റവനെ ഫോട്ടോ എടുക്കണം. ഈ സാധുവിന്റെ കൽബിലത്ത് ബുർജ് ഖലീഫ എന്നുള്ള തോന്നല അറിയോ ബംഗാളിക്ക്? പാവം എത്ര സന്തോഷത്തിലാ ബംഗാളി കൂടെ അറിയും. നിങ്ങൾ വിചാരിക്കണമായിരുന്നല്ല. എന്നിട്ട് ബംഗാളി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ കഴിയാണ്. ബംഗാളി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കഴിയുമ്പോ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളി സംഗമം, ഈ അന്യസംസ്ഥാന തൊഴിലാളി സംഗമം വെച്ചിട്ട് കൺവെൻഷൻ കഴിഞ്ഞപ്പോ ബംഗാളി കുറവേ തൊട്ട് ഒപ്പിട്ടതിൽ ബംഗാളി അധികമില്ല. പിറ്റേ ദിവസം മംഗളം പത്രം പറയാണ് ബംഗാളി നന്നേ കുറവായിരുന്നു. ബംഗാളി എങ്ങനെ കുറയാതിരിക്കുക? ഈ ചെങ്കൊടി കണ്ടിട്ടോ അവിടുന്ന് തടി സലാമത്താക്കിയത് എങ്ങണ്ട്. എന്നിട്ട് ആ കൊടി വെച്ചോടുത്ത് കൺവെൻഷൻ വെച്ചപ്പം വരുമോ അല്ലേ? ആ കൊടി കണ്ട് പേടിച്ചിട്ടാണോ ഇങ്ങോട്ട് പോകുന്നത്? എന്നിട്ട് ആ പാവ ഈ കൊടി കണ്ടാ പിന്നെ കയറുമോ? പള്ളിപ്പറമ്പൊന്ന് പേടിച്ചോണ്ട പിന്നെ കബറിനെ പറ്റിയൊരു ക്ലാസ് ഉണ്ട്. വല്ലാത്ത സ്ഥിതിയല്ലേ ബംഗാളിയുടെ കാര്യം. ഇപ്പൊ അവൻ സുഭിക്ഷതയിൽ കഴിയാ, നല്ല സന്തോഷത്തിൽ കഴിയാ. ഇപ്പോ പാർട്ടിക്കകത്ത് ആളുകളില്ലാതെ പോയി. കൊടുമ്പിരി കൊണ്ട പ്രശ്നം എന്താണെന്നറിയോ? നിന്റെ ശുക്കൂറിന്റെ ദോയുണ്ടായിരുന്നു. രാജാതിരാജനായ റബ്ബേ എന്ന് പറഞ്ഞ ആ പൊന്നുമോൻ അവസാനം ദോരുന്നൊരു ദോയുണ്ട്. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ ആ വീട്ടിലെ സഹോദരി പറയാ, ഞാൻ അങ്ങനെ കൊണ്ടുകൊടുക്കുമ്പോ ഒരൊറ്റ തട്ടാണ്. ആ വെള്ളം നേരെ ഫാനിലേക്കാ പോയത്. ഫാൻ തട്ടിണ്ട് തിരിഞ്ഞപ്പോ ആ കുട്ടി നാക്ക് നെട്ടിയോന്ന് തോന്നിപ്പോയി. കാരണം അവസാനത്തെ വെള്ളം ഇല്ല. വിചാരണൊക്കെ ചെയ്ത് കൊല്ലുന്ന ഉറപ്പാക്കി. വിളിച്ചവരൊന്നും കിട്ടാതായി, വലിയ പ്രശ്നത്തിലായി. തെരഞ്ഞു പോയവർക്ക് വീട്ടിൽ നിന്ന് കിട്ടാതായി. ഇങ്ങനെ അടുത്ത വിവരം അറിയുന്നതായി, വലിയ വിഷയമായി ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയപ്പെട്ട ശുക്കൂർ. ആ പ്രിയപ്പെട്ട ശുക്കൂർ വിടരും മുമ്പ് ഞെട്ടറ്റ് വീട് ഞങ്ങളെ പൊന്നോമന പുഷ്പം അമേരിക്കക്കാരൻ സദ്ദാമിനോട് കാണിച്ച നീതി നിങ്ങൾ കാണിച്ചോ? ആലി മുസ്ലിയാരോട്, ഭാര്യ മുന്നത്തിനോട് ബ്രിട്ടീഷുകാരൻ കാണിച്ച മാന്യത നിങ്ങൾ കാണിച്ചോ? സദ്ദാം ഹുസൈൻ അവസാനം എന്താ മോനെ മോഹം എന്നീ അമേരിക്ക ചോദിച്ചപ്പോ എനിക്ക് 3 മുറാദുണ്ട്. ഒന്ന് പരിശുദ്ധ ഖുർആൻ, അള്ളാന്റെ കലാമായ ഖുർആൻ അങ്ങനെ മാറോട് ചേർത്തി പിടിച്ച് മരിക്കണം. എന്റെ ഒരു മുറാദാണ്. എന്റെ രണ്ടാമത്തെ ആഗ്രഹം ഷഹാദത്ത് ചൊല്ലി ഒന്ന് മരിക്കണം. അതിന്റെ രണ്ടാമത്തെ ആഗ്രഹം. എനിക്ക് മൂന്നാമതൊരാഗ്രഹം ഉണ്ട്. മരിക്കുമ്പോ നിങ്ങളിങ്ങനെ തൂക്കാൻ കൊണ്ടുപോകുമ്പോ എനിക്ക് ഇങ്ങനെ കാണണം, മുഖംമൂടി ഇടരുത്. മൂന്നാമത്തെ ആഗ്രഹം. 3ഉം സാധിപ്പിച്ചു അമേരിക്ക. ഞെട്ടറ്റ് പോലും സദ്ദാം. ആലോചിക്കണം, ആ സദ്ദാമിന് അമേരിക്ക അവസരം കൊടുത്തു. ഞങ്ങളെ പ്രിയപ്പെട്ട ശുക്കൂറിന് നിങ്ങൾ അവസരം കൊടുത്തോ? ഓ, ആ ശുക്കൂർ മാത്രമാണ് NDF-ന്റെ ഫസൽ സുബഹിക്കാൻ മരിക്കുന്നത്. പള്ളിയിൽ പോകുന്ന ഫസൽ മരിക്കുന്നത് പെരുന്നാളിനാണ്. എന്നിട്ടോ RSS ചെയ്തതാണ്. കൊടിയേരി ആ ഡെഡ് ബോഡി ജനാസം വന്ന് കഫൻ തുണി നീക്കിയിട്ട് പറഞ്ഞു, ആ കുത്ത് കണ്ട RSS-ന്റെ കുത്ത് തന്നെ. പോലീസിനായ മണം പിടിച്ച് പോയതോ RSS-ന്റെ ഓഫീസ് ക്ഷേത്രത്തിന്റെ മുന്നിൽ. ശരിയാന്ന് എല്ലാരും പറഞ്ഞു. ശരിയാന്ന് എല്ലാരും പറഞ്ഞു. എന്തുണ്ടായത്? പിന്നെ നായ പോയി പിടിക്കുകയാണ്. സഖാവുക്കാരായി രാജൻ, സഖാവുക്കാരായി ചന്ദ്രൻ. രണ്ടാളും ചെയ്യില്ല. ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നിൽ മുസ്ലിം തീവ്രവാദിയാണെന്ന് പറയാൻ ഒരു റഫീഖിനെ തൊപ്പിയിട്ട് കൈരളി ചാനൽ അവതരിപ്പിച്ചു. റഫീഖ് ഇങ്ങനെ നോമ്പ് തുറക്കുന്ന ചിത്രം. സഖാവ് പിണറായി തലേ ദിവസം പറഞ്ഞു, KT ജലീലും പറഞ്ഞു. ഞാനത് കുവൈറ്റിലായിരുന്നു, UAE-യിലായിരുന്നു, ദുബൈ എളയറ്റിലിന്റെ കൂടെ. ഞാൻ ഓർക്കുകയാണ്. അന്ന് എന്റെ സ്നേഹിതൻ ജലീലും ഇവരും പറഞ്ഞു,
കേരളത്തിലേക്ക് മുസ്ലിം തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവർ രണ്ടാളും മാത്രം. ഓർക്ക് എന്താ പണി? സുബൈക്ക് ഇങ്ങനെ ഇടായി പോയിരിക്കുക. മുസ്ലിം തീവ്രവാദി നുഴഞ്ഞു കയറണമെന്ന് നോക്കി എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയത്, എന്തൊക്കെ കുലുമാലി നമ്മളെ മേത്തിട്ടു. ലവ് ജിഹാദ് വന്നില്ല അതിലിടക്ക്. ആ സമയത്താണ് ലവ് ജിഹാദ്. ആ പേരെന്നെ തെറ്റല്ലേ? ലവ് തലേ കയറിയത് ജിഹാദാണ്. ജിഹാദ് കൽബ് കയറിയത് ലഹു. ഇതിന്റെ രണ്ടിന്റെ അർത്ഥം അറിയേണ്ട സാധുക്കൾക്ക്. എന്തൊരു കഥയാണ്. ആ സമയത്താണ് നമ്മുടെ മുസ്ലിം തീവ്രവാദി നുഴഞ്ഞു കയറിയിട്ടുണ്ട്. റഫീഖിന്റെ ചിത്രം. അപ്പോഴാണ് മാഷാ അള്ളാന്നുള്ള കാറ്. എല്ലാരും പറഞ്ഞു പിണറായിക്ക് എന്ത് ദീർഘദൃഷ്ടി അല്ലേ? കെ.ടി. ജലീൽ പറഞ്ഞത് എത്ര ശരി. മുസ്ലിം തീവ്രവാദി മാഷാ അള്ളാഹ് എന്ന സ്റ്റിക്കർ ആരാന്റെ കാറ് വാടകയ്ക്ക് എടുത്തിട്ട് മാഷാ അള്ളാഹ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് തൊപ്പിട്ടൊരു റഫീഖിനും കൊണ്ടുപോയിട്ട് മുസ്ലിം തീവ്രവാദിയാണ് നടത്തിയതെന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുടെ മുന്നില് ടീപ്പിയ വെട്ടിയ കാറ് കൊണ്ടുപോയില്ല. കാട്ടുകള്ളന്മാരെ ഇപ്പൊ കണ്ടോ? കൃഷ്ണപിള്ളന്റെ സ്മാരകം തകർത്തിട്ട് ഒരുത്തൻ അച്യുതാനന്ദനോട് പറയാൻ കണ്ടാ കാട്ടിക്കൂട് കണ്ടില്ലേ, കൽബ് പൊട്ടുള്ളേ. ഓനാണ് ഒന്നാം പ്രതി. 4 പേരിലും അവന്റെ വീട്ടിലാണ്. ഓൻ അങ്ങനത്തെ ഒരു വിരല് ചൂണ്ടുമ്പോ അറിയോ? ആ നിങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവന്റെ പേരിൽ എത്ര കൊലപാതകത്തിൽ നിങ്ങൾ പ്രതികളായത് അന്വേഷിക്കണം എന്ന് ജാതന മുമ്പിൽ നിന്നിട്ടുണ്ട്. കെ.ടി. ജയകൃഷ്ണൻ മാഷ് ബിജെപിയുടെ പുസ്തകത്താളുകളിൽ മയിൽപീലി വെച്ച് കിനാബ് കാണുന്ന കൊച്ചുകുട്ടി, കുരുതിക്കളം എന്തെന്നറിയാത്ത കുരുന്നു മക്കൾ അമ്മ എന്ന് പഠിപ്പിക്കുമ്പോ അരിവാൾ പറഞ്ഞാണ് ചാടുകയാണ്. എന്നിട്ട് ആ ജയകൃഷ്ണൻ മാഷുടെ കൊലപാതകത്തിൽ സാക്ഷികളായ പൈതങ്ങളെ മുന്തിയ വിവരം അറിയും. ആ കുട്ടികളെ കോഴിക്കോട് കൗൺസിലിങ്ങിന് വന്ന് കൊണ്ടുപോവുകയാണ്. ഷാദുലി ലീഗിന്റെ പ്രവർത്തകനാണ്. ഷാദുലിയുടെ കൊലപാതകം തലശ്ശേരിയിൽ ധാരാളം ആളുകൾ കണ്ടു. പക്ഷെ സാക്ഷി പറയാൻ വന്നവരെ ഭീഷണിപ്പെടുത്തി. കോടതി വിധി പറഞ്ഞത് ഇങ്ങനെയാണ്. ജസ്റ്റിസ് സാവന്ത് അദ്ദേഹം വിധി പറഞ്ഞത് ഇങ്ങനെയാണ്. ഷാദുലിയുടെ കൊലപാതകത്തിന് ദൃക്സാക്ഷികൾ ധാരാളമുണ്ട്. പക്ഷേ സാക്ഷി പറയാൻ ഒരാളും തയ്യാറല്ല. അദ്ദേഹം മരണപ്പെട്ടത് കൊലപാതകത്തിന്റെ കാരണമായിട്ട് തന്നെ. പക്ഷേ സാക്ഷി പറയാൻ ആരും ഇല്ല എന്ന ഒറ്റ കാരണത്താൽ ഇതിലെ പ്രതികളെ ഞാൻ വെറുതെ വിടുന്നു. ദൈവത്തിന്റെ കോടതി ഇവർക്ക് അർഹമായ ശിക്ഷ നൽകട്ടെ എന്ന് വായിച്ചിട്ടാണ് ആ വിധി അവസാനിപ്പിച്ചത്. ഷുക്കൂർ, ഷാദുലി, കോൺഗ്രസിന്റെ ജബ്ബാർ, കെ.ടി. ജയകൃഷ്ണൻ മാഷ്, ഫസലിനെ കൊല്ല പെരുന്നാക്ക്, സദ്ദാമിനെ അമേരിക്ക കൊല്ലാൻ കണ്ടെച്ച ദിവസമാണത്. എന്താ വലിയൊരുന്നാക്ക് ഉപ്പായം മാറ്റിയിട്ട് അത്ര പൂശിയിട്ട് പള്ളിക്കൊക്കെ ഇറങ്ങുമ്പോ ഉമ്മ പറയാ എന്ത് പെരുന്നാളാ നോക്കുമോനെ. നോക്കുമ്പോ സദ്ദാം ഇങ്ങനെ തൂങ്ങണ രംഗ കാണുന്നത്. എന്താ ഞങ്ങളെ പെരുന്നാക്ക് ഞങ്ങളെ വീട്ടിലൊരാളെ നിങ്ങൾ ഒന്നില്ലേ? ലോക മുസ്ലിങ്ങൾ ഇളവും എന്ന അമേരിക്ക കരുതിയത്. ക്ഷമിച്ചിരുന്നു. ഒരാളില പോലും അനങ്ങില്ല. ഫസലിന്റെ പ്രിയപ്പെട്ട ഭാര്യ അന്വേഷിക്കാൻ പറഞ്ഞു. എന്താ കാര്യം? ഫസൽ ഒരു തെറ്റാ ചെയ്തത്. ദേശാഭിമാനിയുടെ ഏജന്റ് തേജസിന്റെ ഏജന്റായി മാറി. നിങ്ങൾക്കിത് കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. അദ്ദേഹം പിന്നെ മയ്യത്തായി മാറുക. ഇനി ആരെയാണ് നിങ്ങൾ ഒഴിവാക്കിയത്? CPIയുടെ കുഞ്ഞൻ ബാവ പൊന്നാനി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് അഡ്വക്കേറ്റ് കൊളാടി ഗോവിന്ദൻകുട്ടി മേനോൻ പറഞ്ഞു, ഇതിനെന്താണ് ഞങ്ങൾ പകരം നൽകുക എന്ന് പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രിയോട് അദ്ദേഹം സംസാരിച്ച 2 വാചകമുണ്ട്. നിങ്ങളുടെ ഈ അന്ധമായ രാഷ്ട്രീയ കുടിപ്പകയുടെ വാൾമുനയേറ്റ് ഞെട്ടറ്റ് വീഴാത്തവർ കേരളത്തിൽ ആരാ? TP അവസാന ഡെഡ് ബോഡി കണ്ട വീടാ വിഷയം. ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുന്ന DYFIക്കാരുണ്ട്, ലീഗരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ചിലപ്പോ ആ വീട്ടിൽ ചേർന്നിട്ടാവും ഞങ്ങൾക്ക് ഇതിലുള്ള യോഗം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ഞങ്ങൾ അതൊന്നും നോക്കണില്ല. നമ്മൾ വീട് കൊടുക്കുകയാണ്. നമ്മളൊക്കെ അതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. പാവങ്ങള് അല്ലേ? ആരാ ഇത് വാങ്ങണോൻ? ഒരു വീട് വാങ്ങിയോ പിന്നെ അതിന്റെ പിന്നാലെ ഒരാൾ വരാൻ പാടില്ല. ഓനക്ക് എല്ലാം കൊടുത്തില്ലേ, അതിനേക്കാൾ താഴ്ന്നോൻ ഞാനായിരുന്നു എന്ന് പറഞ്ഞ് വരാൻ പാടില്ല. അതാണ് എൻ്റെ പൊന്നു തങ്ങളുടെ ബൈത്തുർ റഹ്മയുടെ പ്രത്യേകത. മലപ്പുറത്ത് കേരളത്തിൽ മൊത്തമായി മുസഫർ നഗറിന് കൂടെ കൊണ്ടുകൊടുത്തു. ചില കടലാ സംഘടന ഇവിടെ വന്നിട്ട് പറയാം മുസഫർ നഗറിലെ പാവപ്പെട്ടവന്റെ സ്ഥിതി കണ്ടോ? കണ്ടില്ലേ? ഗുജറാത്തിലെ മുസൽമാന്റെ ദീനരോധനം കേട്ടോ? ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ കഷ്ടപ്പാട് കണ്ടോ? എന്നൊക്കെ എനിക്കെന്താ പണി? അവിടെ പോയിട്ട് അത് ഓലി നോക്കൂല.
ഇവിടെ നിന്നിട്ട് പറയാൻ ഇവിടെ രസമുള്ള പണ്ട് ബാബരി മസ്ജിദ് അവസാനം ഇശാ നിസ്കരിച്ച ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞിതാ ഇരിക്കുന്നത് ആരാണെന്നറിയുമോ? ഇതാണ് ബാബരി മസ്ജിദിൽ ഏറ്റവും അവസാനമായി ഇശാ നിസ്കരിച്ച ആള്. മുതലക്കുളം മൈതാനിയിൽ കൊടുത്തിരുത്തിയിട്ട്, കാരണം കൗതുകത്തോടു കൂടി പറയാണ്. ഇത് അവിടുന്ന് പറയില്ല. അവിടുന്ന് പറഞ്ഞാൽ ഇശ മാത്രമല്ല പറച്ചിന് കൊടുക്കത്തതാവും. ഇതിന് പറ്റിയ മണ്ണ് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ ഒരു വിഷയമില്ല. ഇവിടെ നല്ല സൗഹൃദം. ചന്ദന പൊട്ട് ധരിച്ച ചന്ദ്രൻ, നിസ്കാരപ്പഴമുള്ള നിസാർ അഹമ്മദ്, കുരിശു ധരിച്ച കുര്യാക്കോസ്, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ ഓംകാര വിളികൾ, പാട്ടുകൾ, ഒത്തുപള്ളികൾ നിറഞ്ഞ കേരളം. കർക്കിടക മാസത്തിലെ രാമായണ പാരായണം, ഡിസംബർ മാസത്തിലെ ബൈബിൾ പാരായണം, പരിശുദ്ധ റമദാൻ മാസത്തിലെ ഖുർആൻ പാരായണം, അന്തരീക്ഷത്തിൽ മുഖരിതമാകുന്ന മണ്ണ്. എല്ലാവരും മാനിച്ചു പോയി. നമ്മൾ ആരും വെറുപ്പിച്ചില്ല. ജാതിയും മതവും നോക്കാതെ കൃഷ്ണയ്യർക്ക് വോട്ട് ചെയ്യാൻ പഠിപ്പിച്ചവർ. പലർക്ക് ആന്റണിയെ നമ്മൾ തിരുവങ്ങാടിയിൽ നിർത്തുകയാണ്. ആന്റണിയെ നിർത്തുമ്പോ പലരും പറഞ്ഞു, ഹംസാക്ക് പറഞ്ഞു, ആരാ സ്ഥാനാർത്ഥി? ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആന്റണിയോ? അതിനൊരു അർത്ഥം വേറെ ഉണ്ട്. ഹംസാക്ക് പറഞ്ഞു കരീം. കണ്ടില്ലേ കരീം ആരാൻ അല്ല, അതിനൊരു അർത്ഥമുണ്ട്. കരീം നല്ല മുസൽമാൻ. ഹംസാക്ക് മമ്പുറത്തുനിന്ന് പ്രസംഗിക്കാം. കരീം നല്ല മുസൽമാൻ. ഞങ്ങൾ അന്വേഷിച്ചു. കരീം നല്ല തെളിഞ്ഞ നിരീശ്വരവാദി, ജുമായക്കൊന്നും പോകില്ല, നല്ല മുസൽമാൻ. ഹംസാക്ക പറയും നല്ല മുസൽമാൻ. കരീമ പോകുന്നില്ല, പള്ളിക്ക് കൊണ്ടുപോകത്തൊരു മനുഷ്യനാണ്. പണ്ട് ചങ്ങായി പറഞ്ഞു, എനിക്ക് വല്യപ്പാന് നല്ല പേടിയാണ്, ഞാൻ തറവാട്ടൊന്നും പോകില്ല. അള്ളാനി നല്ല പേടിയാണ്, ഞാൻ പള്ളിക്കൊന്നും പോകില്ല. അയ്യപ്പെട്ടൊരു മുസൽമാൻ ചങ്ങായി അങ്ങനെ പറഞ്ഞിട്ട് അത്ഭുതപ്പെട്ടുപോയി. AK ആന്റണി മത്സരിക്കുമ്പോ പാണക്കാട്ടെ തങ്ങളും കുഞ്ഞാപ്പിയും കോൺഗ്രസിന് സീറ്റ് വിറ്റു എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. ലീഗേറെ നിങ്ങളെ കോണിക്ക് വോട്ട് ചെയ്യാനുള്ള വിധി പോയില്ലേ? ചിലര് നെഞ്ഞത്തടിച്ച് കരഞ്ഞു. നമ്മളെ വല്യമ്മമാര് കുടുംബയോഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ നമ്മൾ പറയാണ്, മാറിക്കണട്ട, ചിഹ്നം മാറിക്കണട്ട, കൈപ്പത്തിയാനട്ട, മക്കണ്ടട്ട, കോണില്ലട്ട, പ്രത്യേക ഇഷാറത്താക്കിയിട്ട് ഇങ്ങനെ 34 ഒരു എത്തയിനുണ്ടാക്കി കൊടുക്കുകയാണ് നമ്മള്. അതിങ്ങനെ ലെവലാക്കി കൊടുക്കുമ്പോ അന്ന് ചാനലുകാരെ പറ്റിട്ടില്ല. ഒരു ഫിസനന്റെ ടവറും നാട്ടിൽ പൊന്തിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് പത്രമായിരുന്നു. പത്രം മാതൃഭൂമി പത്രത്തിന്റെ ലേഖകൻ കുടുംബയോഗം കഴിഞ്ഞ് വരുന്നൊരു വല്യമ്മാനോട് ചോദിക്കുക, അല്ല വല്യമ്മ, ഇത്രയും കാലം ഈ കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെ ഈ കൈപ്പത്തിക്ക് ചെയ്യാ? എന്ത് ഇത്രയും കാലേ ഈ കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയായി കൈപ്പത്തിക്ക് ചെയ്യാ? വല്യമ്മ നിലത്ത് ഒരു കൊള്ളിയിൽ എടുത്തിട്ട് പറഞ്ഞിട്ട്, മോനെ ഇതാണ് ചിഹ്നം. പാണക്കാട്ടെ കുട്ടികൾ പറഞ്ഞ വോട്ട് ദിമ്മുണ്ടാവും, ചിലക്കാതെ പടം ഇടുന്നായിരുന്നു അറിയാം. പിറ്റേ ദിവസം 50,000-ഓളം വമ്പിച്ച ലീഡ് AK ആന്റണിക്ക് നെഹക്കും അബ്ദുറബിനും നൽകിയതിനേക്കാൾ വമ്പിച്ച ലീഡ് നൽകിയിട്ട് AK ആന്റണിയെ ആനപ്പുറത്തിരുത്തി പട്ടും വളയും നൽകി പച്ച പരമതാനികരിച്ച് കേരളത്തിന്റെ അധികാര ഗോപുര നടയിലേക്ക് നടത്തിക്കൊണ്ടുപോയ പാർട്ടിയാണ് ഈ ലീഗ്. ഞങ്ങൾ ജാതി നോക്കാൻ, മതം നോക്കാൻ ഒരാളെയും പഠിപ്പിച്ചില്ല. എത്ര സൗഹൃദം. നമ്മെ കുറിച്ച് എല്ലാവർക്കും നല്ലത് പറയാൻ ഞങ്ങളൊരു കുഴപ്പക്കാരല്ല. അവർ കണ്ണൂർ രാഷ്ട്രീയം പോലെയല്ല. എല്ലാവരും സ്നേഹിക്കും, എല്ലാവരും മാനിക്കും. ഘടകകക്ഷികളൊക്കെ നല്ല പെരുമാറ്റം, രീതി, പരിപാടി. CPIയോ എന്താ CPIയുടെ സ്ഥിതി? പന്നിൻ രവീന്ദ്രൻ അല്ലാതെ കഷ്ടപ്പാടില്ലല്ലേ? ഇപ്പൊ പന്നിൻ രവീന്ദ്രനോട് എന്താ പിണറായി പറയുന്ന വർത്താനം? പണ്ട് വെളിയമ്പാർക്കവനോട് പറഞ്ഞു, ഞങ്ങൾ ഓഫീസായി പോയി. എന്താ അർത്ഥം? അല്ലെങ്കിൽ ആ ഉത്തരിച്ച് കലക്കുന്നല്ലേ CPI പറഞ്ഞായി അല്ലേ? എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയിരുന്നു. ഇന്ന് പന്നിൻ രവീന്ദ്രൻ കൂടല്ല. ബെനറ്റ് എബ്രഹാമിന്റെ ചർച്ച നടക്കുകയാണ്. പന്നിൻ തിരിച്ചു ചോദിക്കണം. അപ്പൊ നിങ്ങൾ പൊന്നാനിയിലെ പിണറായി എന്ന് തിരിച്ചു ചോദിക്കണം. പക്ഷെ പന്നിന് മുടിയേക്കാൾ പ്രാധാന്യം നട്ടലിനായില്ല. പ്രിയപ്പെട്ട പന്നിയൻ അങ്ങ് ചോദിക്കേണ്ടിയിരുന്നു, പക്ഷെ പിണറായി എന്ന് പറഞ്ഞിട്ട് വർത്താനം നല്ലതൊക്കെ പറയും. പാർട്ടി മുന്നണി യോഗത്തിൽ വന്ന കള മാറുകയാണ്. അത് അച്യുതാനന്ദനും അങ്ങനെ തന്നെയാണ്. അച്യുതാനന്ദ പാർട്ടി പ്രതിസന്ധിയിലായ സമയത്ത് മൂപ്പര് നോക്കിക്കൊണ്ടാ കോട്ട് കള്ളനാ വിചാരിച്ച മാതിരല്ല. അച്യുതാനന്ദൻ പാർട്ടിക്കൊരു പ്രതിസന്ധി വരുമ്പോ മൂപ്പര് മുത്തലക്കായ സഖാവായിട്ടുണ്ടെന്ന് ഒളിഞ്ഞു നിൽക്കും. ഇപ്പൊ രമയുടെ വിഷയം ഇങ്ങനെ നടക്കുകയാണ്. ചന്ദ്രശേഖരന്റെ കൊലപാതകം ഇതൊക്കെ ഇങ്ങനെ നടക്കുക. മാർക്സിസ്റ്റ് പാർട്ടിനെ എല്ലാവരും ഇങ്ങനെ പൊരിക്ക. ചാനലിന്റെ മുഴുവൻ ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിനെ പൊരിക്കുക. നേതാക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ജയരാജന്മാരൊക്കെ ജയിലിലായിരുന്നു.
പിണറായി ഇപ്പോ അടുത്ത കാലത്തൊന്നും ചാനൽ അങ്ങനെ തോന്നില്ല, വല്ല എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വാർത്താ സമ്മേളനത്തിൽ വരും. വാർത്താ ചാനലിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അവര് പാണ്ടിക്കടകത്ത് കുഞ്ഞാപ്പ നല്ല വർത്താനം പറയുന്നങ്ങ് മൈക്ക് കൊടുക്കൂല, ഇടവേള അപ്പോൾ പരസ്യം വരും. അല്ലെങ്കിൽ പാചകരാണി അച്ചാറുണ്ടാക്കും, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുമല്ലോ. നേരെ മറിച്ച് പിണറായി തുമ്പുന്നതും കുരക്കുന്നതും കോട്ടായിരുന്നതും പിണറായി കാട്ടുന്നത്, പിണറായിയുടെ അനക്കം, പിണറായി കുറെ നേരം ഉണ്ടാതിരുന്നു, അതൊക്കെ അങ്ങനെ കാണിക്കും. നിങ്ങളും ഇവരൊക്കെ പേടിപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പ്രമാണിയും വേണ്ട, ഞങ്ങളുള്ള ചെയ്തിട്ട് പോയിക്കൊണ്ട്. എന്നിട്ട് ആ പാർട്ടിയുടെ സ്ഥിതി എന്താണ്? എല്ലാ പാർട്ടിയും ഒരാളില്ലല്ലോ. ചിലപ്പോൾ ചില പൊണ്ണുങ്ങളെ MLA ശ്രീമതി ടീച്ചറൊക്കെ വരും. അതിന് KM ഷാജി പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഓല കഥ കഴിഞ്ഞു. പിന്നെ അണ്ടത്താണി ഇരുന്ന കഥ കഴിഞ്ഞു, KN നേതാവിൽ ഇരുന്ന കഥ കഴിഞ്ഞു. ഒരു വർത്താനം പുസ്തകമല്ല. ഇപ്പൊ അധികം ചാനലിൽ വരുന്നത് മറ്റേ ചെങ്ങായിയാണ്, സുരേന്ദ്രബാബു എന്നൊരാളാണ്. അപ്പൊ ഈ ഭൂസമരം വരുമ്പോൾ ഈ സുരേന്ദ്രബാബു തന്നെയാണ്. അങ്ങനെ ഇവരെ കണ്ടുവരികയാണ്. എത്ര സാധുക്കളെ കുറിക്കും. ഇദ്ദേഹമായിട്ട് ഒഴിഞ്ഞ സ്ഥലം ചുവന്ന മാലയിട്ട് കൊണ്ട് വളച്ചു കെട്ടുക. നിങ്ങൾ പറയുന്നത് നമ്മൾ പിടിച്ചെടുത്തിക്കുന്നത്, ആര് പിടിച്ചെടുക്കുന്നത്? ഈ ഭൂമി താരത്ത് വെച്ചുണ്ടാകാൻ പറ്റുക. ഇത് അച്യുതാനന്ദ മുഖ്യമന്ത്രി നമ്മൾ ഈ ഭൂമി തന്നെയല്ല, എന്നാണ് കുറച്ചുകൂടെ ആരാന്റെ ഭൂമിയൊക്കെ വളച്ചു കെട്ടിയിട്ട് നമ്മൾ സാധുക്കളെ പൊട്ടനാക്കുകയാണ്. അതൊക്കെ ഒന്നും ആളില്ലാന്ന്. അതല്ല ഇപ്പൊ പന്ന്യം പറഞ്ഞത്, ഇനി ഇഖ്ലാസ് ഇല്ലാത്ത ഒരൊറ്റ സമരത്തിന് ഞാൻ ഉണ്ടാവില്ലാന്ന്. പന്ന്യം പറഞ്ഞല്ലോ, നീയത്ത് ശരിയല്ലെങ്കിൽ ഞാൻ ഈ സമരത്തിനില്ല. എന്തെല്ലാം സമരം നോക്കി, ഒക്കെ പൊട്ടല്ലേ. ഭൂസമരം പോയി, വേറെ ഇപ്പോ നാളെ ഭക്ഷണ സമരം ഉണ്ടായില്ല, ഉള്ളതൊക്കെ ഇപ്പോൾ അവിടെ തിന്ന് നല്ല കുശാലായിട്ട് കുഞ്ഞാപ്പ ഇവരെല്ലാം കൂടി ആ ടോയ്ലറ്റ് പൂട്ടിയ സമരം. സോളാർ സമരം, സോളാർ സമരത്തിന് രാപ്പകൽ സമരം തന്നെ എടുക്കുക ചെയ്തത്. തിരുവനന്തപുരത്ത് ആകെ പ്രശ്നമായില്ലേ, അന്ന് ആകെ നാറ്റിച്ചില്ലേ. ഇപ്പൊ അതിന്റെ ശേഷം ഇപ്പൊ ശുചീകരണ സമരമാണ്. അത് അതിന്റെ ഇനി നാളെ പരിപാടിയില്ല, ഇനി ശുദ്ധിയാക്കലാണ്. അപ്പൊ ഇപ്പൊ എല്ലാം വെട്ടിത്തെളിച്ച് ഇങ്ങനെ കാടൊക്കെ കമ്മ്യൂണിസ്റ്റ് അപ്പൊ ആ വെട്ടിയാക്കിയാൽ ഞാൻ കൂടി ഉള്ളു കമ്മ്യൂണിസ്റ്റ് അപ്പ അതോടുകൂടി സംഭവം കഴിഞ്ഞു. അറിയോ ഈ സുരേന്ദ്രബാബു ചാനലിൽ വരും. പടച്ചറപ്പെ ഇയാള് പറഞ്ഞത് എന്താന്ന് ഒരു മനുഷ്യനും തിരിയില്ലല്ലോ. എന്താണ് കൊടുത്തത്? നമ്മൾ വീണു എന്നുള്ളതിന് ചങ്ങായി എന്താ പറയാ അറിയാം? വലതുകാലിന്റെ സ്വാധീന ശക്തി വാനലോകത്തേക്ക് ഉയരുകയും ഇടതുകാലിന്റെ സ്വാധീനം ഭൂഗുരുത്വാകർഷണ ഫലമായി ഭൂമിയിലേക്ക് താഴുകയും അങ്ങനെ ശാരീരിക ഘടനയുടെ സന്തുലിതാവസ്ഥ അതിനെയാണ് ഞങ്ങൾ ഈ ഇരിക്കക്കുത്തനെ ബുദ്ധ എന്ന് പറയുന്നത്. ഒരു കടപ്പുപ്പണ ഭർത്താവ് ഒരു മനുഷ്യന് മനസ്സിലാവില്ല. വെറുതെ ഇങ്ങനെ നിന്നിട്ട് സുരേന്ദ്രബാബു കാര്യം എന്തെന്നറിയോ? ഒരാളില്ല. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിക്കണ്. ഇപ്പൊ കണ്ടോ പന്ന്യം പറയുന്നത് നമ്മളിതിലില്ല. പിണറായിന്റെ കൂടെ നിൽക്കുക അച്യുതാനന്ദൻ. അച്യുതാനന്ദനാണെന്നുണ്ടെങ്കിൽ അയാളെ സ്ഥിതി എന്താ പറയുക? മൂപ്പരൊരു പരിക്കേൽക്കാതെ നടക്കുന്ന സഖാവാണ്. പാർട്ടിനങ്ങനെ ജനങ്ങളെ ഇരുത്തി പൊരിക്കുകയാണ് ആ ടിപിയുടെ വധത്തില്. അപ്പൊ ഇയാൾ ചെയ്ത പണി എന്താ? ശെൽവരാജിന്റെ തെരഞ്ഞെടുപ്പ് നെയ്യാറ്റിൻകരയിൽ നടക്കുമ്പോ തടിയെടുത്ത് അവിടുന്ന് എന്നിട്ട് നേരെ കാറ് രമണ വീട്ടിൽ. ആ രമന്റെ മുമ്പിൽ കൈകൂപ്പിട്ടൊരു നൃത്തം. നമ്മൾ വിചാരിച്ചു ഇസ്ലാഫിന്റെ സൂറിൽ ഊതന വരെ ഇയാൾ രമണൊപ്പം തന്തമാറി. അതിന്റെ കുഞ്ഞാപ്പാനോട് നേരെ ചൊവ്വേ പരിപാടിയിൽ ജോണി ലൂക്കോസ് ചോദിച്ചു, അല്ല കുഞ്ഞാലിക്കുട്ടി, ഈ അച്യുതാനന്ദനുമായി താങ്കളുമായി ഈ അച്യുതാനന്ദനും ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ടിപിയുടെ വധവുമായി ബന്ധപ്പെട്ട് VS സ്വീകരിച്ച ചില പുതിയ നിയമങ്ങളും തീരുമാനങ്ങളും, ഇത് സംബന്ധമായി അങ്ങയുടെ അഭിപ്രായം എന്താണ്? കുഞ്ഞാപ്പ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല, ഇയാളെ സ്വഭാവം വെച്ച് ഇയാൾ പറഞ്ഞോടത്ത് നിൽക്കലില്ല. കുഞ്ഞാപ്പ പറഞ്ഞു, അത് ആൺകുട്ടി വിചാരിച്ച പോലെ. കുഞ്ഞാപ്പ പറഞ്ഞ മാതിരി തന്നെ ഇയാൾ ഇപ്പൊ രമടൊപ്പമില്ല. ഇപ്പൊ ഇയാൾ രമടൊപ്പമില്ല. അല്ലെങ്കിൽ ഈ കൊടീസുരി, അണ്ണൻ സുജിത്ത്, കിർമാണി മനോജ് ഇവരൊക്കെ പാർട്ടി സന്ദർഭം ഇയാൾ ഏതെങ്കിലും യോഗത്തിൽ പറഞ്ഞോ? ഇന്ന് മാർച്ചിറ്റുപാടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിലാണ് ഈ അച്യുതാനന്ദൻ എതിർപ്പെങ്കിൽ ഷുക്കൂറിന്റെ കാര്യത്തിൽ ഇയാൾ എന്താണോ മിണ്ടാത്തത് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ആ പൈതലിനെ ആട്ടിയോടിച്ച് വേട്ടപ്പട്ടിയെ പോലെ 2 മണിക്കൂർ എന്നിട്ട് വിചാരണ നടത്തുകയാണ്. TP പാർട്ടിയോട് വിരോധം ഉണ്ടെന്ന് ഞങ്ങൾ തോന്നുക. പക്ഷെ ഞങ്ങളെ ഷുക്കൂർ ആരോടാ വിരോധം? കൊലപാതക രാഷ്ട്രീയത്തിനല്ല അച്യുതാനന്ദനെതിരെ. അച്യുതാനന്ദന് RMPക്കാരെ കുറച്ച് സ്വാധീനം കിട്ടണം, അതാ പണി. അപ്പോ പാർട്ടി പ്രതിരോധത്തിലാവുമ്പോ ഇയാള് അപ്പൊ ഒരു മുത്തലക്കായ സഖാവ്. അപ്പോ പാർട്ടിയിൽ ഞാൻ ഇല്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് വേറിട്ട് നിൽക്കും. നേരെ മറിച്ചോ മൂപ്പർക്കൊരു പ്രതിസന്ധി വരുമ്പോ വല്ല വിജിലൻസ് അന്വേഷണമോ ചെക്കനെ തെരഞ്ഞെടുപ്പ് പോലീസ് ചെയ്താൽ അപ്പൊ മൂപ്പര് നല്ലൊരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് അങ്ങനെ മാർക്സിസ്റ്റ്. അപ്പൊ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ ഏതുപോലെ മൂപ്പര് പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോ മൂപ്പര് വേറെ വിട്ടുക്കും, ഞാൻ ഇതൊന്നും ഇല്ല എന്നുള്ള മട്ടില്ല. അപ്പൊ മൂപ്പര് ഈ അപ്പെക്സിന്റെ പരസ്യം പോലെ
നേരെ മറിച്ചോ മൂപ്പർക്ക് ഒരു പ്രതിസന്ധി നേരിടുമ്പോ മൂപ്പര് ഈ മേഘ വാട്ടർ ടാങ്കിന്റെ പരസ്യം, ഈ അപ്പെക്സിന്റെ പരസ്യത്തിൽ കാണാം പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട. അപ്പൊ അയാൾ പറയും പാർട്ടിയെ വിട സ്ഥാനമേ വിട എന്നേക്കും വിട. മേഘ വാട്ടർ ടാങ്കിന്റെ പരസ്യത്തിലുണ്ട്. ഒരു സിനിമാ നടിയപ്പം പറഞ്ഞോള് ഇന്നസെന്റ് നല്ല ചങ്ങായിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓളോട് ഇയാൾ ചോദിക്കുന്നുണ്ട് അണുബാധയുണ്ടോ? ഓള് ആർക്ക്? ഈ വാട്ടർ ടാങ്കിലെ വെള്ളത്തിനെ പറ്റി ചോദിക്കും. മനുഷ്യ ഇത് മേഘ വാട്ടർ ടാങ്ക്. ഓഹോ, എന്റെ വീട്ടിൽ മേഘ വാട്ടർ ടാങ്കാണ്. അപ്പൊ ഈ അച്യുതാനന്ദൻ എങ്ങനെ മകനെ അന്വേഷണം വരുമ്പോ അഴിമതിയുണ്ടോ? ആർക്ക്? നമുക്ക് എപ്പോഴും അഴിമതി ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? റഷ്യത്തെ. ഓഹോ, നമ്മളും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്ത് സൂപ്പറായിട്ടറിയാം. അപ്പൊ മനുഷ്യങ്ങനെ നിൽക്കും. എന്നാ എന്തെങ്കിലും ആ പടപ്പിനെ കൊണ്ട് ഉപകാരമുണ്ട്. വെറുതെ ഇങ്ങനെ നടന്നിട്ട് ആ ഉമ്മൻചാണ്ടി എന്തെല്ലാം നയിച്ച് ജനങ്ങളെ കാര്യം കുഞ്ഞാപ്പവരൊക്കെ ഓരോന്നും കൂടി. ഇയാള് ഡൽഹിക്ക് പോണ കേസ് അങ്ങനെ ആ കേസല്ല ഈ കേസല്ല. ഇങ്ങനത്തെ ഒരു തന്ത ഒരു 4 തെങ്ങ് തജിച്ചൂടെ മനുഷ്യൻ ഏത് കാലത്ത് എപ്പോ നോക്കിയാൽ ഈ ആരാന്റെ കുട്ടി കുന്നു കുലുങ്ങിയ കുഞ്ഞാലിക്കുട്ടി, കുരുവി പാടിയാൽ കുഞ്ഞാലിക്കുട്ടി, കുയില് പാടിയാൽ കുഞ്ഞാലിക്കുട്ടി, കുരുവി കൂവിയാൽ കുഞ്ഞാലിക്കുട്ടി, കടലിരമ്പിയാൽ കുഞ്ഞാലിക്കുട്ടി. ഇയാൾക്ക് വേറൊരു പണി. ഞാൻ ഇങ്ങ ആ കേസ് വേറൊരു പരിപാടിയില്ല. നമ്മൾ ഈ STD ബൂത്തിലെ ചെക്കനെ നിക്കായിനിരുത്തിയാൽ മാതിരിയാണ്. STD ബൂത്തിലെ ചെക്കനെ നിക്കായിനിരുത്തിയ ഓങ്ക പെണ്ണാണാൻ പോയപ്പോഴും മൊബൈൽ അങ്ങനെ കളിച്ചു കണ്ടെന്നെ. അങ്ങനെ നിശ്ചയത്തിന്റെ അങ്ങ് മൊബൈലായിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാക്കും ഇതൊരു മൊബൈൽ പരിപാടി. STD ബൂത്തിലാണ് നിക്കായിൽ ഇരിക്കണ നേരത്തും തന്നെ പരിപാടി. അപ്പൊ കൂടിയവരൊക്കെ പാടെ പറഞ്ഞിങ്ങനെ ഉസ്താദ് ചെല്ലിത്തരുന്ന അതെ ചെല്ലൂടാണ് കബിൽ തൂന്ന് പറഞ്ഞുകൊടുക്കാൻ. അപ്പോൾ വന്നിമ്മ കളി കബിൽ തൂന്ന് പറഞ്ഞുകൊടുറാണ്. അപ്പൊ ഒരു ഹാല് ഡബിൾ 2. അപ്പൊ എന്താ പറയാ ഓൻ ഈ ഡബിൾ 2 ഡബിൾ 5 ഡബിൾ 2 ഇതിൽ കവിഞ്ഞൊരു പരിപാടി ഓൻ ഇതാണ്ട് ശീലായി പോയി. എന്ന പോലെ ഇയാൾക്ക് ഈ അനങ്ങിയ കേസ് കുലുമാൽ വേറൊരു പരിപാടി ഇല്ല. എന്നപ്പോഴോ പന്നിനും കൂടിയാണ് മുട്ടതോട് കൂടിയിട്ട് കഥ മാറുകയാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യത്തിന് വേണ്ടി ദ്വാരക്കട മജ്‌ലിസിന് പന്നിന് ആമിടുക്കൂല. പന്നിന്റെ വീണ്ടറിനോട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നാക്കണേന്ന് പറയുമ്പോ ഇങ്ങനെ ഇരിക്കും. കാരണം എന്താ? ഒരു യോജിപ്പില്ല. ഏതുപോലെ പണ്ട് വയലിന്റെ മജ്‌ലിസിൽ ഉസ്താദ് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, മക്കളെ സ്വർഗത്തിൽ നല്ല മനുഷ്യന്മാർ പോകും, എന്നിട്ട് അവിടെ എന്താണോ മോഹം അത് നിങ്ങൾക്ക് കിട്ടും. ഈ സദസ്സിൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ആൾക്കാർക്ക് പ്രത്യേകം സ്വർഗത്തിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതും ദ്വാരക്കാം, നിങ്ങൾ സംഭാവന കൊടുത്തയക്കണം. അപ്പോ ഒരു പേരക്കുട്ടിയുടെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തയച്ചു. അത് വായിച്ചപ്പോൾ അതിലിങ്ങനെ ദുന്യാവിലെ വല്യപ്പാനെ തന്നെ പരലോകത്ത് മണവാളനായി ലഭിക്കാൻ ഒരു വല്യമ്മ 100 രൂപ സംഭാവന. വല്യമ്മാന്റെ ഒരു മുറാദാണ് ഇവിടുത്തെ വല്യപ്പാനെ തന്നെ അവിടെ സ്വർഗത്തിൽ പുതിയാപ്പിളായിട്ട് കിട്ടണം. ഇത് വായിച്ചേക്ക് വല്യപ്പത് കേട്ടുകാണ്ടിരിക്കണ്ട. വല്യപ്പ ടോർച്ച് അവിടെ വെച്ചിട്ട് പറഞ്ഞു ദ്വാരക്കാൻ പറ്റേണ്ട. ഞാൻ ഓളേറ്റൊന്ന് മരിച്ചു പിരിഞ്ഞിട്ട് വേണം അവിടെ പോയിട്ടെങ്കിലും ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കാത്തിരിക്കുക. ഞാൻ 200 തരാം, 100 കൊടുത്താളിയാണ്. എന്താ പറയാ, ഒത്തുപോകൂല. പൊന്നു മക്കളെ, നിങ്ങളെ കാര്യം കട്ട പുകയാണ്. നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല. എല്ലാരും നിങ്ങളെ വെറുത്തു. ഒരു മനുഷ്യങ്ങളെ കൂടല്ല. നിങ്ങളുടെ കാപ്പട്ടിയൊക്കെ പാർട്ടിക്കാർക്കും തിരിഞ്ഞ് ധാരാളം ആളുകൾ കണ്ട് പോരാണ്. ആ ചെങ്കുടി ചെങ്കോട്ട 8 നില കയറി പൊട്ടി ബംഗാളിൽ. ഇനി എവിടെയാ ഉള്ളത്? എവിടെയില്ല. ഈ പച്ച നാടൊട്ടുക്കും നടന്ന് നന്മങ്ങനെ പകർന്നു കൊടുക്കുകയാണ്. സാധുക്കളെ സ്നേഹിച്ച് പാർട്ടി നോക്കാതെ ചികിത്സിച്ച് ഹൃദ്രോഗ സൗജന്യം ഇത് കൊടുത്ത് അതേപോലെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട CH കരിക്കട്ടകളെപ്പോലും കനൽക്കട്ടകളാക്കാൻ കഴിവുണ്ടായിരുന്ന CH കരിമ്പാറക്കൂട്ടങ്ങളെപ്പോലും കാട്ടരുവികളാക്കി ഒടുക്കാൻ കഴിവേറും റബ്ബ് നൽകിയിരുന്ന CH പട്ടിണി പാവങ്ങൾ ഇടിവെട്ടിക്കുകയാ എന്ന് ആർത്തു പിടിച്ചിരുന്ന എന്റെ മുത്തു CH ഏഷണിക്കാരോടും ഭീഷണിക്കാരോടും കെഞ്ചാനും കൊഞ്ചാനും നിൽക്കാതെ ഭീഷണിക്കത്തുകൊണ്ട് വഞ്ചി ഉണ്ടാക്കി കളിച്ച പത്തായക്കോടൻ സീതി ഹാജി നമുക്ക് ധൈര്യം തന്ന ഈ പച്ച പതാക ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും അനുവദിക്കരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്ദി. അസ്സലാമു അലൈക്കും.